അറേഞ്ച് ചെയ്യുന്ന ഒരു വെബിനാറാണിത്. അതായത് HSST തലത്തിലേക്ക്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തലത്തിലേക്ക് പല സബ്ജക്റ്റുകളുടെയും എക്സാമിനേഷൻ ഓൾറെഡി PSC കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി വരാനുള്ളത് കൊമേഴ്സിന്റെ മാത്രമാണ്. അതിന്റെ നോട്ടിഫിക്കേഷനും ജൂൺ ആദ്യം തന്നെ വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിപ്പം ഉടനെ ഈ ആഴ്ച തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ആ എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ആ എക്സാമിനെ പറ്റി, അതിന്റെ സിലബസിനെ പറ്റി, എക്സാം പാറ്റേണിനെ പറ്റി ഒക്കെ ഒരു ജനറൽ ഐഡിയ നൽകുന്നതിന് വേണ്ടിയിട്ട് ടൂസ് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്ന വെബിനാറാണിത്. ഇതിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. എക്സാമിനെ പറ്റിയുള്ള ജനറൽ ഇൻഫർമേഷൻ മാത്രമല്ല, പ്രീവിയസ് HSST വിന്നേഴ്സിന്റെ ഒരു ടോക്കും കൂടി നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2-3 വിന്നേഴ്സ് വന്നിട്ടുണ്ട്. അവര് എങ്ങനെയാണ് പഠിച്ചത്, ഏത് രീതിയിൽ പഠിച്ചാൽ നമുക്ക് എന്നൊക്കെയുള്ളതിനെ പറ്റി, അതുകൊണ്ട് ആദ്യോടന്തം ഈ മീറ്റിംഗിൽ ഉണ്ടാവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ നിങ്ങൾ ചിലരെങ്കിലും നേരത്തെയുള്ള എക്സാം അറ്റൻഡ് ചെയ്തവരുണ്ടായിരിക്കും, ചിലർ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പൊ ഇതിനെ പറ്റി നിങ്ങൾക്ക് ചെറിയ ഐഡിയ ഒക്കെ ഉണ്ടാവും. എന്നാൽ ഇത് ആദ്യമായിട്ട് അറ്റൻഡ് പോകുന്നവരെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇതിനെപ്പറ്റി കാണില്ല. അപ്പം ഏകദേശം ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആണ് പറയാൻ പോകുന്നത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. എനിക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഈ സ്ക്രീൻ കാണത്തില്ല, അതുകൊണ്ട് മെസ്സേജ് അയക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പം HSST കൊമേഴ്സ് ജൂനിയർ എക്സാമിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടി PSC കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻ ആണ്. നല്ലൊരു സാലറി പാക്കേജോട് കൂടി വരുന്ന എക്സാമിനേഷൻ ആണ്. അതായത് ഇതിന് മുമ്പത്തെ എക്സാമിന് സാലറി പാക്കേജ് അവർ തന്നിരുന്നത് 32,000 മുതൽ 68,000 വരെയുള്ള റേഞ്ച് ആണ്. അപ്പം ഇത്തവണ നമ്മൾ ഏകദേശം ഒരു 40,000 മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം കുടുംബത്തോടൊപ്പം ഏറ്റവും ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല പാക്കേജോട് കൂടിയ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് കേട്ടോ ഈ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പരിശ്രമിക്കുക. നല്ലൊരു സാലറി പാക്കേജോട് കൂടി വരുന്ന ഒരു പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഗസറ്റഡ് ഓഫീസർ പോസ്റ്റ് ആണ്. ഇനി പ്രീവിയസ് എക്സാമിനേഷനെ പറ്റി, ഇതിനു മുൻപ് HSST നോട്ടിഫിക്കേഷൻ അവസാനം വന്നത് 2017 എൻഡോട് കൂടിയായിരുന്നു. 2017 ലാസ്റ്റ് ആണ് എക്സാം നോട്ടിഫിക്കേഷൻ വന്നത്. അതിന്റെ എക്സാം നടന്നത് 2018 2020 ഏപ്രിലോട് കൂടിയാണ് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റ് ഇട്ട് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ ഇന്റർവ്യൂ ചെയ്ത് ആ ഇന്റർവ്യൂവും എൻഡ് ചെയ്തത് 2020 ഏപ്രിലോട് കൂടിയാണ്. അതിനുശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 2021 ഏപ്രിൽ. ഇപ്പൊ കഴിഞ്ഞ ഏപ്രിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് കഴിഞ്ഞ എക്സാം നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഇത് കഴിഞ്ഞ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരള PSC സൈറ്റിലേക്ക് വൺ ടൈം രജിസ്ട്രേഷൻ നമ്മൾ നടത്തിയിരിക്കണം. PSC തുളസി സൈറ്റിലെ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബിൽ ഓഫ് പേ എന്ന് പറയുന്നത് 32,300 to 68,700 ആയിരുന്നു. ഇത്തവണ നമ്മളൊരു സ്റ്റാർട്ടിംഗ് 40,000 പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലൊരു സാലറി പാക്കേജോട് കൂടിയ പോസ്റ്റ് ആണ്.
അപ്പം കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ മാത്രമേ മുമ്പിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്തവണ നമ്മൾ ഒരുപാട് കുറച്ചുകൂടി അധികം വേക്കൻസീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ബൾക്കായിട്ട് റിട്ടയർമെന്റ് നടക്കുന്നത് കാരണം കുറച്ചധികം വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 150 മുകളിലേക്ക് വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കുക. അപ്പം PSC അവര് നോട്ടിഫൈ ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിലെ പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിന്റെ പീരീഡ്, വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് മിനിമം 1 year ആണ്. അതുപോലെ തന്നെ 3 വർഷത്തേക്കാണ് ഇതിന്റെ വാലിഡിറ്റി. മറ്റൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമേ പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകും. പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിന് മിനിമം 1 year വാലിഡിറ്റി ഉണ്ടായിരിക്കും. ആ 1 വർഷം കഴിഞ്ഞ് 3 വർഷത്തിന് മുൻപ് ഏതെങ്കിലും മറ്റൊരു റാങ്ക് ലിസ്റ്റ് ഇതേ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് PSC പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം, അല്ലെങ്കിൽ 3 വർഷം വരെ ആയിരിക്കും റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഏജ് ലിമിറ്റ് 20 to 40 years ആണ്. 20-നും 40-നും ഇടയിൽ പ്രായമുള്ള വെച്ചിട്ട് നമുക്ക് വരുന്നതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് MCOM ഡിഗ്രി. ഇപ്പം ഹയർ സെക്കൻഡറി ഏതൊരു സബ്ജക്ട് ആണെങ്കിലും ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ PG മസ്റ്റ് ആണ്. അപ്പൊ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ BEd ഡിഗ്രി മസ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിട്ടുണ്ടാവണം. അപ്പൊ 3 ക്രൈറ്റീരിയ ആണ് നോക്കുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതേപോലെ BEd എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള നെറ്റ് എക്സാം പാസ്സായ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായ വ്യക്തിയാണെങ്കിൽ സെറ്റ് എക്സാം പാസ്സാവണമെന്ന് നിർബന്ധമില്ല. സെറ്റ് വേണമെന്നില്ല. നെറ്റ് അല്ലെങ്കിൽ JRF, PhD, MPhil, MEd ഇതുപോലെയുള്ള ഡിഗ്രീസ് ഉള്ളവർക്ക് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് വേണമെന്ന് നിർബന്ധമില്ല. ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. മാസ്റ്റേഴ്സ് ഡിഗ്രി BEdും മസ്റ്റ് ആണ്. പിന്നീട് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് അവർ പറയുന്ന ക്രൈറ്റീരിയ. എന്നാൽ നെറ്റ്, JRF, PhD, MPhil അല്ലെങ്കിൽ MEd ഉള്ള കാൻഡിഡേറ്റ്സിന് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഇല്ലെങ്കിൽ കൂടിയും ഈ ടെസ്റ്റ് എടുക്കാവുന്നതാണ്, അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇത്ര കാര്യങ്ങളാണ് ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നീട് കഴിഞ്ഞ തവണത്തെ ഈ പോസ്റ്റിലേക്കുള്ള അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് 2 സ്റ്റേജ് ഓഫ് ഇവാലുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യമേ എക്സാമിനേഷൻ, ഇപ്പൊ നമ്മൾ പറയുന്ന PSC ടെസ്റ്റ്, ആ എക്സാം 100 മാർക്കിന്റെ എക്സാം ആയിരുന്നു. MCQ ക്വസ്റ്റ്യൻസ് ആണ്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓരോ നെഗറ്റീവ് ആൻസറിനും 1/3 മാർക്സ് റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ 100 മാർക്സിന്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനെയും ബേസ് ചെയ്തിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്തത്. ഇപ്പൊ പ്രീവിയസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ കാണുന്ന പാറ്റേൺ എന്ന് പറയുന്നത് മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണ്, 1 മാർക്ക് ഈച്ച്. അപ്പം ടോട്ടൽ 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ 70 ക്വസ്റ്റ്യൻസ് നമ്മുടെ സബ്ജക്ട് പേപ്പറുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി 30 ക്വസ്റ്റ്യൻസ് ജനറൽ പാർട്ടാണ്. അതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻസ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ്, പിന്നെ ജനറൽ നോളജ് പാർട്ടിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്. ഇതായിരുന്നു ജനറൽ ആയിട്ട് കണ്ടിരുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് തീരുമാനിച്ചിരുന്നത് 25 മാർക്സ് ആണ്. അപ്പം 100 മാർക്സിന്റെ എക്സാമിന് 25 കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം ആണെന്ന് തന്നെ വേണം നമ്മൾ ചിന്തിക്കാൻ. കാരണം ഒരു 50-യോ 60-യോ ആണെന്നുണ്ടെങ്കിൽ എക്സാം അത്രയും എളുപ്പമാണെന്ന് അർത്ഥം. പക്ഷെ 25 കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ അത്രയും ഡിഫിക്കൽട്ട് ആണ് ക്വസ്റ്റ്യൻസ് എന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ. അത്രത്തോളം ഹാർഡ് ആയിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ച് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 2021 ഏപ്രിലായിരുന്നു. അപ്പൊ 3 വർഷമാണ് അതിന്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ഈ വർഷം ഏപ്രിലാണ് അത് എൻഡ് ചെയ്തത്. ഇതിനു മുമ്പ് ഈ പോസ്റ്റുമായിട്ട് 2021-നും 2024-നും ഇടയ്ക്ക് ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് 3 വർഷമായിരുന്നു ഇതിന്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ തവണ ആ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്തതായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ആണ്.
ഇത് മെറിറ്റ് അനുസരിച്ചാണ് ഇതില് കാൻഡിഡേറ്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഫസ്റ്റ് വന്നിരിക്കുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന വ്യക്തിയാണ് ആദ്യം വന്നിരിക്കുന്നത്. ടെസ്റ്റിന്റെ മാർക്ക് എന്ന് പറയുന്നത്, PSC ടെസ്റ്റിന്റെ മാത്രം മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്സ് ആണ്, ഏറ്റവും ഹയസ്റ്റ് മാർക്ക്. അപ്പം എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ് എക്സാം എന്ന് നിങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ റാങ്ക് ലിസ്റ്റ് കാണിച്ചത്. ഏറ്റവും ഹയസ്റ്റ് വന്ന മാർക്ക് 40 ആണ്. അപ്പം അതിനടുത്തെങ്കിലും നമുക്ക് എത്തിയേ പറ്റുള്ളൂ. അപ്പൊ അത്രയും ഹാർഡായിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് ജസ്റ്റ് സിലബസിന്റെ ഒരു വ്യത്യാസം കാണിക്കുകയാണ്. പഴയ സിലബസ് പ്രതീക്ഷിക്കുന്ന പുതിയ സിലബസിലെ റിസർച്ച് മെത്തഡോളജിയുടെ ആ ഒരു ടോപ്പിക്സും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് നോക്കുക. ഒരുപാട് ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആണ് ഇനി വരാൻ പോകുന്നതായിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ സിലബസിൽ ടോപ്പിക്സ് വളരെ കുറവായി കുറച്ചുകൂടെ വൈഡാണ്. എക്സാംസിലാകും ഷെഡ്യൂൾസ് ആണ് ഉണ്ടായിരുന്നത്. ഓരോ മൊഡ്യൂൾസിലും അടങ്ങിയിരിക്കുന്നത് വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ, അതായത് ഇതേ റാങ്കിലുള്ള മറ്റൊരു പോസ്റ്റാണ് നോൺ വൊക്കേഷണൽ ടീച്ചർ കോമേഴ്സ്. ഏറ്റവും റീസെന്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിന് വന്നതായിട്ടുള്ള സിലബസ് ആണിത്. അപ്പം ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമൊന്നും ഇത്തവണത്തെ സിലബസിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് രണ്ടും ഏകദേശം സെയിം റാങ്കോട് കൂടിയതായിട്ടുള്ള പോസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി വ്യത്യാസം സിലബസിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഈ ഒരു എക്സാമിന് വന്നതായിട്ടുള്ള സിലബസും കഴിഞ്ഞ എക്സാമിന്റെ സിലബസും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാരമായിട്ടുള്ള വ്യത്യാസം തന്നെ കാണാൻ പറ്റും അല്ലെ. ഒത്തിരി ടോപ്പിക്സ് പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് സബ്ജക്ട് പേപ്പറിൽ നിന്ന് 10 മൊഡ്യൂൾസ് ആണുള്ളത്. ഓരോ മൊഡ്യൂളിലും ഒരുപാട് ടോപ്പിക്സ് എക്സ്ട്രാ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്രയും വൈഡാണ് നമുക്ക് പഠിക്കാനുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊമേഴ്സില് നമ്മുടെ സബ്ജക്ട് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് 10 മൊഡ്യൂൾസ് ആണുള്ളത്. ബാക്കി 30 മാർക്കിന്റേതെന്ന് പറയുന്നത് ജനറൽ പാർട്ടാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ഉൾപ്പെടുത്തി 10 മാർക്കിന്റെ ക്വസ്റ്റ്യനും ജനറൽ പാർട്ടിൽ. അപ്പം ഇത്രയുമാണ് സിലബസിനെ പറ്റി പറയാനുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സ് നിങ്ങൾക്ക്, സബ്ജക്ട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും വെയിറ്റ് ചെയ്യരുത്. നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ 6 മാസത്തിനുള്ളിൽ തന്നെ എക്സാം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയമില്ല. ഇപ്പൊ തന്നെ പഠിച്ച് തുടങ്ങുക. എന്തെങ്കിലും സംശയം ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. കാരണം ഇനി നമ്മൾ അടുത്ത സെഷൻസിലേക്ക് പോകുന്നതായിരിക്കും. അപ്പൊ അതിനു മുമ്പ് എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ. ആക്ച്വലി പുതിയ സിലബസ് എന്നായിരിക്കും വരിക? നോട്ടിഫിക്കേഷൻ വരുമ്പോ തന്നെ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പിന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ് ബി എഡ് ഇല്ലെങ്കിൽ ഈ എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളത്. നമ്മളുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ ക്വാളിഫിക്കേഷനിൽ പറയുന്ന ക്രൈറ്റീരിയയിൽ ഒരെണ്ണം ഈ ബി എഡ് എന്നുള്ളതാണ്. ഇപ്പൊ ബി എഡ് മസ്റ്റ് ആയിട്ട് വേണമെന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പക്ഷെ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ കൊമേഴ്സിന്റെ അല്ല മറ്റ് ചില സബ്ജക്ട്സിന്റെ അണ്ടറിൽ ഒരു കണ്ടീഷൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതായത് ബി എഡ് ഇല്ലാത്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിലും സെലക്ടഡ് ആയി കഴിഞ്ഞാൽ അവരെ അപ്പോയിന്റ് ചെയ്തതിനു ശേഷം 5 വർഷത്തിനുള്ളിൽ സ്വന്തം ചെലവിൽ ബി എഡ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത്. അത് പക്ഷേ കൊമേഴ്സിന്റെ ക്രൈറ്റീരിയക്കൊക്കെ ആ ഒരു കണ്ടീഷൻ പറയുന്നില്ല. ബി എഡ് മസ്റ്റ് ആയിട്ട് വേണമെന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ചില സബ്ജക്ട്സിന് അങ്ങനെ അവരൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, ബി എഡ് ഇല്ലെങ്കിലും അപ്പോയിന്റ്മെന്റിന് ശേഷം ബി എഡ് എടുത്താലും മതി എന്നുള്ളത്. പക്ഷെ കൊമേഴ്സിന് അത് വന്നിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ പബ്ലിഷ് ചെയ്ത നോൺ വൊക്കേഷണൽ ടീച്ചർ കോമേഴ്സ് സീനിയറിന്റെ നോട്ടിഫിക്കേഷനിലും ബി എഡ് മസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പം ഇത്തവണയും ബി എഡ് മസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. കറന്റ്ലി ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡേറ്റിന് മുമ്പ് ബി എഡ് കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഓക്കെ ഓക്കെ. അതുപോലെ ഇപ്പൊ ബി എഡും സെറ്റും ഒക്കെ പാസ്സായിട്ട് നിൽക്കുന്നവര് നിങ്ങളുടെ സൈറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പുതിയതായിട്ടുള്ള ഇൻഫർമേഷനും കൂടി ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് ആ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും കേട്ടോ. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് സൈറ്റ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് ചോദിച്ചോളൂ, ഒന്ന് സമയം കളയണ്ട. വിന്യാസ് കാത്തിരിക്കില്ലേ? മാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലോ ബി എഡിന്റെ? നമ്മൾ ഹാജരാക്കിയാലും മതി, പക്ഷെ നമ്മൾ പാസ്സായിട്ടുണ്ടാവണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് മുമ്പ് പാസ്സായിട്ടുണ്ടാവണം. അതേപോലെ തന്നെ സെറ്റിന്റെ സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടില്ല, ക്ലിയർ ചെയ്തതാണ്. അപ്പൊ അപ്പം കുഴപ്പമില്ല, നമുക്കുണ്ടല്ലോ ഒരു എവിഡൻസ് നമ്മളുടെ കയ്യിൽ ഉണ്ടല്ലോ. അതിന് മാർക്ക് ലിസ്റ്റ് കയ്യിലുണ്ട് പാസ്സായ. അത് മതി. ഓക്കെ മാം, താങ്ക് യു. അപ്ലൈ ചെയ്തിടണം കേട്ടോ അതിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എത്രയും നേരത്തെ. ആ മാം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ സൈറ്റിലില്ലേ എന്ത് പറഞ്ഞാ സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാം? നമ്മള് ഒന്നിന്റെയും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ ജസ്റ്റ് അതിന്റെ ഇൻഫർമേഷൻ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഏത് ഡിഗ്രിയാണ് നമ്മൾ പാസ്സായത്, എത്ര മാർക്കോട് കൂടിയാണ് പാസ്സായത്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അല്ല മാം, സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലേ, അതിന്റെ നമ്പറൊക്കെ എങ്ങനെ ആഡ് ചെയ്യാം? നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും മറ്റുമൊക്കെ കയ്യിലുണ്ടല്ലോ. ആ മാം ഉണ്ട്. ആ ഡീറ്റെയിൽസ് മതി. പെർസെന്റേജ് ഓഫ് മാർക്കും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ അവൈലബിൾ ആണല്ലോ. ആ ഓക്കെ മാം, അതെ കിട്ടിയിട്ടുണ്ട്. അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ മാം, ശരി. ഓക്കെ, ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ജിക്കി മിസ് താങ്ക് യു. മിസ്സിൻ്റെ പ്രസൻറ്റേഷൻ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് മിസ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് വിന്നേഴ്സ് മീറ്റിംഗ് ആണ്. അപ്പോൾ വിന്നേഴ്സ് മീറ്റിങ്ങിൽ നമ്മൾ HSST 2017 എക്സാം ക്ലിയർ ചെയ്ത അധ്യാപകനായ, അതായത് ഹയർ സെക്കൻഡറി അധ്യാപകനായത് മലപ്പുറം ജില്ലയിലെ ഹയർ സെക്കൻഡറി അധ്യാപകനായ ഡോക്ടർ ശ്യാം TL സാറിനെ ഇൻവൈറ്റ് ചെയ്യുവാണ്. അപ്പോൾ സാറ് ഒരു വിന്നേഴ്സ് ടോക്ക് എന്നുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. എൻ്റെ പേര് ശ്യാംലാൽ TL. ഞാൻ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ് സാർ, ഓഡിയബിളാ. ഹലോ. ഓക്കെ, ഞാൻ ജില്ലയിലാണ്. കഴിഞ്ഞ ജൂനിയർ ലിസ്റ്റിൽ നിന്നും പ്ലേസ്ഡ് ആയിരുന്നു. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് വേണമെന്ന് പറഞ്ഞു, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എക്സാമിന്റെ പാറ്റേൺ എന്താണ്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ എക്സാമിന് പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം ബാക്കി എല്ലാ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ആ ലിസ്റ്റ് എക്സ്പയർ ആയി അടുത്ത ലിസ്റ്റ് വന്നിട്ടുള്ള ഒരു സമയമാണ്. പക്ഷെ കൊമേഴ്സിന്റെ ലിസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് 6 വർഷത്തിന് ശേഷമാണ് അടുത്ത ഒരു എക്സാം വിളിച്ചിട്ടുള്ളത്. 17 നോട്ടിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും നോട്ടിഫിക്കേഷൻ വരുന്നത് 24-ലാണ്. 6.5 വർഷത്തോളം ചില കാരണങ്ങളുണ്ട്. ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, കുറെ അധികം കേസുകൾ ബന്ധപ്പെട്ട് ാണ് അതിന്റെ കട്ട് ഓഫ് മാർക്കൊക്കെ വളരെ കുറവായി പോയത്. അപ്പോ ഞാൻ പറയുന്ന എക്സാമില് നടന്നതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായ ഒരു പ്രശ്നം വന്നിട്ടാണ് ആ എക്സാം അങ്ങനെയാണ് നീണ്ടത്. അപ്പൊ 18 നടന്ന എക്സാമിന്റെ ലിസ്റ്റ് വരുന്ന ഫൈനൽ ലിസ്റ്റ് വരുന്ന 21-ലാണ്. 21 ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എന്റെ കട്ട് ഓഫ്, ഞാനൊക്കെ എക്സാം എഴുതി
ഈ ഒരു മാത്രം മാറ്റി വെച്ച് അങ്ങനെയാണ് എനിക്ക് ആ ലിസ്റ്റിൽ വരാൻ പറ്റിയത്. അപ്പോൾ 7 മാസം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. ഞാൻ ടൈമിൽ റിസൾട്ട് ചെയ്തിരുന്ന സമയമാണ്. അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഈ ഹയർ സെക്കൻഡറിയുടെ ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം എഴുതി. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 29 ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ നമ്മുടെ മാർക്ക് 71 ശരിക്കും പറഞ്ഞിട്ടുണ്ട്. സലാനി ഇത് ഈ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള വോയിസ് ബ്രേക്ക് ആണ്. ഞാൻ ഇപ്പോഴും സ്കൂളിലാണ് ഉള്ളത്. നാളെ സ്കൂള് റീഓപ്പൺ ആവുകയാണ്. അപ്പൊ ഞങ്ങൾ അതിന്റെ എന്നാലും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് നിന്ന് 29 ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സിലബസിൽ കുറച്ചധികം മോഡ്യൂളുകൾ തരുമെങ്കിലും, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് സിലബസ് ഒന്നും അല്ലാതെ, ഇപ്പോൾ അക്കൗണ്ടൻസിയുടെ ഒരു സിലബസ് ഒരു മോഡ്യൂൾ തരുന്നുണ്ടെങ്കിൽ അതിൽ 1-2 അല്ലെങ്കിൽ ഒരു 10-15 ഏരിയ പറഞ്ഞു പോകും. ആ ഏരിയയിൽ നിന്ന് ആ പറഞ്ഞിരിക്കുന്ന പേരുകളിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ എന്ന് ആരും നമുക്ക് തന്ന മൊഡ്യൂൾ തയ്യാറില്ല. കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഒരു കാരണം, 29 ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ് വന്നു പറഞ്ഞിട്ട് ഈ എക്സാം ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് സമരം ചെയ്യാൻ പോയതിൽ ഉൾപ്പെട്ട ഒരാളാണ് ഞാനും. ചിലപ്പം ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ ഈ പറയുന്ന മീറ്റിംഗിൽ ഉണ്ടായേക്കാം. മേ ബി ഉണ്ടാവാം. ഞാനുണ്ടായിരുന്ന ലിസ്റ്റിൽ ഉള്ള ആളുകൾ ചിലപ്പോൾ നെക്സ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ അതിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവർ ഇപ്പൊ ഈ മീറ്റിംഗിൽ ഉണ്ടായേക്കാം. അപ്പൊ അതുകൊണ്ട് പറയുന്നുള്ളൂ, നമ്മൾ സിലബസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. നമ്മളുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊരു കാര്യം. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന ആ ഒരു പോസ്റ്റിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യണം. നിങ്ങളുടെ സമയത്തിന്റെ മാക്സിമം ഇതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 6 മാസം കൊണ്ട് എക്സാം വരും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ അനുവദിക്കുന്നുണ്ട് എങ്കിൽ, വീട്ടിലെ സാഹചര്യങ്ങളിൽ പ്രശ്നമൊന്നും ഇല്ല എങ്കിൽ, നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഫുൾ ടൈം കോച്ചിങ്ങിന് വേണ്ടി ഇരിക്കാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മൾ എടുക്കുന്ന ഈ 6 മാസത്തെ ഒരു എഫേർട്ട് നിങ്ങളുടെ ലൈഫിനെ മാറ്റുന്ന ഒരു കാര്യമാണ്. ഞാനൊരു അധ്യാപകനാണെന്ന് ആഗ്രഹിച്ചിട്ട് എനിക്ക് 12 വർഷം കൊണ്ടാണ് ഈ ഒരു പോസ്റ്റിലോട്ട് വരാൻ പറ്റിയത്. കാരണം ഞാൻ PG കഴിയുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 2011 ഒരു 11-ലോ 10-ലോ ആണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതിനുശേഷം 17-ലാണ്. സോ നിങ്ങൾക്ക് ഇനി ഒരു നെക്സ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് മിനിമം ഒരു നിങ്ങളുടെ ലിസ്റ്റ് വന്ന് 3 വർഷം കൂടെ കഴിയും. അപ്പൊ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 5 വർഷത്തിന് ശേഷം ഇനി ഒരു നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ. പല ആളുകളും ഏജ് കട്ട് ഓഫിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആവാം. ചിലപ്പോൾ അടുത്തൊരു ചാൻസ് ഇല്ലാത്ത സാഹചര്യം കൂടി ഉണ്ടായേക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇതിനു വേണ്ടി എടുക്കുക. പ്ലസ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുന്നത് നമ്മളെ ഒരാൾ ഗൈഡ് ചെയ്യുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ പഠിച്ചപ്പോൾ എന്നെ ഗൈഡ് ചെയ്യാൻ എൻ്റെ ഒരു സാറുണ്ടായിരുന്നു. നെറ്റിന്റെ കോച്ചിങ്ങിനൊപ്പമാണ് ഞങ്ങൾ ഹയർ സെക്കൻഡറി ഇതും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു 7 പേര് ഇപ്പൊ നിലവിൽ ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറിയിൽ പ്ലേസ് ആയിട്ടുണ്ട്. ഈ ലിസ്റ്റിനകത്ത്, പഴയ ലിസ്റ്റിന്റെ അകത്ത് നിന്ന് എക്സ്പയർ ആയ 2024 ഏപ്രിൽ 13 എക്സ്പയർ ആയ ലിസ്റ്റിൽ നിന്ന് 7-8 പേര് ഞങ്ങളുടെ കോച്ചിങ്ങിലുണ്ടായിരുന്ന ആളുകൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് ഏറ്റവും നല്ല പരിശ്രമം നടത്തുകയും ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ജസ്റ്റ് ഇടവേളകളിൽ പഠിച്ച് ഒരു ലിസ്റ്റിൽ വരാമെന്നൊക്കെ ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റിവെക്കുക. കാരണം വിജയിച്ചവരെല്ലാവരും കഠിനാധ്വാനം ചെയ്തവർ മാത്രം.
ഏതെങ്കിലും ഒരു ചാൻസ് കൊണ്ട്, ഒരു ലക്ക് കൊണ്ട് വന്ന ആളുകൾ ഒന്നും ഈ പറയുന്ന ഒരു PSC ലിസ്റ്റിലും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഏറ്റവും നല്ല എഫേർട്ട് എടുത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. നല്ല മെറ്റീരിയൽസ് വേണം, നല്ല ഫാക്കൽറ്റീസ് വേണം, നല്ല അറ്റ്മോസ്ഫിയർ വേണം, നമുക്ക് നല്ല ഒരു നല്ലൊരു മൈൻഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടാവണം, നല്ല ഹെൽത്ത് ഉണ്ടാവണം. ഇതിനെല്ലാം ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു നല്ല റിസൾട്ട് ഉണ്ടാവുക. പ്ലസ് നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ആ ഒരു റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും നല്ലൊരു പൊസിഷനിൽ ഉണ്ടാവണം. ഇപ്പൊ ഞാൻ പ്ലേസ്ഡ് ആയ ആ റാങ്ക് ലിസ്റ്റിന്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞ പ്രസന്റേഷനിൽ പറയുന്നുണ്ട് 150 താഴെ ആളുകൾ മാത്രമാണ് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പ്ലേസ്ഡ് ആയിട്ടുള്ളൂ. ആ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് PSC സൈറ്റിൽ നോക്കിയാൽ കിട്ടും. ആ കൊമേഴ്സിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് HSST ജൂനിയർ റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും വലിയ റാങ്ക് ലിസ്റ്റ്. 784 പേര് മെയിൻ ലിസ്റ്റിലുള്ള ഒരു ലിസ്റ്റാണ്. അതിന്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞിട്ട് 1700ഓളം ആളുകൾ അതിലെ സപ്ലിമെന്ററി മെയിൻ ലിസ്റ്റുകൾ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞിട്ട് 1500 മുകളിൽ 1700-അടുത്ത് ആളുകൾ ഉള്ള ഒരു ലിസ്റ്റാണ്. അതിൽ നിന്ന് ലെസ് ദാൻ 150 ആണ് പ്ലേസ്ഡ് ആയിട്ടുള്ളൂ. സോ നിങ്ങളുടെ ലിസ്റ്റിലെ നിങ്ങളുടെ പൊസിഷൻ ഏറ്റവും മികച്ചതാക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു സാധ്യത തരുന്ന കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ലൊരു പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. പ്രത്യേകിച്ച് ജനറൽ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ PSCയുടെ ഒരു പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ 50-50 ആണ് പോവുക. അപ്പോൾ ഒരു 100 പോസ്റ്റ് ഉണ്ടെങ്കിൽ അല്ല 50 പോസ്റ്റ് ജനറലും 50 പോസ്റ്റ് റിസർവേഷൻ ആയിരിക്കും. അപ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവർ പ്ലേസ്ഡ് ആവാനുള്ള ഒരു സാധ്യത അവിടെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് റാങ്ക് പൊസിഷൻ മെച്ചപ്പെടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത അവിടെ കൂടും. സോ എല്ലാവരും നല്ല എഫേർട്ട് എടുക്കുക. പിന്നെ സിലബസ് മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതുപോലെ നോട്ട് പ്രിപ്പയർ ചെയ്യുകയും നല്ല രീതിയിൽ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുകയും അതുപോലെ നല്ല ഡിസ്കഷൻസ്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു കോച്ചിങ് ക്ലാസ് ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തതിനു ശേഷം അവിടെ ഡിസ്കഷൻസ് ഉണ്ടാവും. അപ്പൊ ഞങ്ങളൊക്കെ ചെയ്തിരുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസത്തെ ഒരു ഉച്ച വരെ ഉള്ള സമയങ്ങളിൽ നമ്മൾ കുറെ ഏരിയ കവർ ചെയ്യും, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, അത് എഴുതുന്നുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർനൂൺ സെഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ്. അപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യും. then അത് എന്താണ് നമ്മൾ വീണ്ടും അതിന്റെ അത് ആൻസർ ചെക്ക് ചെയ്യും. then അതിനുശേഷം ഒരു ഡിസ്കഷൻ വരുമ്പോൾ നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്താൽ ഒരു ക്വസ്റ്റ്യന് 4 ആൻസർ അവിടെ മൾട്ടിപ്പിൾ ചോയ്സിൽ MCQയിൽ വരുമ്പോൾ 4 ആൻസർ ഉണ്ടാവും. ഒരെണ്ണമാണ് റൈറ്റ്, ബാക്കി 3 തെറ്റാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മൾ ചെയ്തിരുന്ന രീതി എന്ന് പറയുന്നത് ഈ റൈറ്റ് ആൻസർ പറയുന്നതിനോടൊപ്പം അതിൽ വന്നിരിക്കുന്ന 3 റോങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത് എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഡിസ്കസ് ചെയ്തു പോകും. അപ്പൊ നമുക്ക് ഒറ്റ ക്വസ്റ്റ്യന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 4 ക്വസ്റ്റ്യന്റെ ആൻസർ അറിയാനുള്ള ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഡിസ്കഷൻ പൊക്കോണ്ടിരുന്നത്. സോ നിങ്ങൾ അവിടെ അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ഏരിയ കവർ ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും നമ്മളുടെ സ്കോർ അതൊരു നല്ല മികച്ച രീതിയിലേക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും. ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നല്ല മെറ്റീരിയൽസ് നല്ല ഫാക്കൽറ്റീസും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് മെച്ചപ്പെടും എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ദെൻ പിന്നെ അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞ സാലറിയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞതിൽ ഞാൻ ഒരു കറക്ഷൻ പറയുന്നുണ്ട്. 40,000 അല്ല, ബേസിക് സാലറി എന്ന് പറയുന്നത് 45,600 ആണ് ബേസിക് പേ വരുന്നത്. പിന്നെ നമ്മളുടെ DA HR അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതൊരു 50,000 എത്തും. ദെൻ അതിൻ്റെ അകത്ത് നിന്ന് നമ്മളുടെ PF-ഉം അതേപോലെ GS അങ്ങനെയുള്ള കുറച്ച് കട്ടിങ്ങുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞാൽ പോലും നമ്മുടെ കയ്യിൽ കിട്ടുന്ന മോർ ദാൻ 40,000 വരും. ഒരു നല്ല നല്ലൊരു ജോബാണ്. അപ്പൊ മാക്സിമം എഫേർട്ട് എടുക്കുക. ടീച്ചിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാവരും നല്ല ഒരു ഇതിലൂടെ അടുത്ത വരുന്ന ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വരാനും ഏറ്റവും കാലമില്ലാതെ ഉള്ള ഒരു സാഹചര്യം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നില്ലേ? ആഗ്രഹിച്ചാല് അത് നമ്മുടെ കയ്യിലേക്ക് വരും. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് അത് തന്നെയാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ ആ ഹയർ സെക്കൻഡറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് ലോ ഓഫ് അട്രാക്ഷൻ തിയറിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, വിഷ്വലൈസേഷൻ. സെക്കൻഡറിക്ക് വേണ്ടി പ്രിപ്പയർ സെക്കൻഡറി താന്ന് വിചാരിച്ചിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒരു എന്താണ് സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒരു ഹയർ സെക്കൻഡറി ഞാനങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നാണ്. നമ്മുടെ മൈൻഡിനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയിലേക്ക് കൊണ്ടുപോയി ബാക്കിയുള്ള കാര്യമൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരും. എഫേർട്ട് എടുത്താൽ മതി. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ ആണ്, അല്ലെങ്കിൽ PSC കിട്ടി ഹയർ സെക്കൻഡറി ടീച്ചർ ആകാൻ പോകുന്ന ഒരാളാണ് എന്നുള്ള ഉത്തമ വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക. വിശ്വാസം മാത്രം വെറുതെ ഞാൻ ടീച്ചറായെന്ന് വിചാരിച്ചാൽ പോരാ. ആ ടീച്ചർ ആവുന്നതിന് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് PSC എക്സാമിനേഷന് മാർക്ക് വാങ്ങാവുന്നതാണ്. ഒരു കാര്യം കൂടി ഇതിന്റെ ഒപ്പം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് PSC എക്സാമിൽ പറ്റിയൊരു മണ്ടത്തരം കൂടി ഞാൻ പറയാം. കാരണം ബാക്കിയുള്ളവർക്ക് ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഓൾറെഡി എക്സാം ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് പറഞ്ഞു. എക്സാം ഹോളിൽ കയറിയപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ റിലേ പോയി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ. കാരണം നമുക്ക് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ, അപ്പൊ സ്വാഭാവികമായിട്ടും മേ ബി നമുക്ക് പാനിക്കാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അത്രയും പ്രതീക്ഷയോട് കൂടി പോകുന്ന ഒരു സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നൊരു അവസ്ഥ ഉണ്ടായാലും നമുക്ക് വളരെ വിഷമം ഉണ്ടാവും. ഞാൻ ഭയങ്കര സങ്കടത്തോടുകൂടിയാണ് എക്സാം കഴിഞ്ഞിട്ട് പുറത്തോട്ട് വന്നത്. അപ്പോൾ ഈ എക്സാം എഴുതി നോക്കിയപ്പോൾ എന്താണ്, പല ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഇതുവരെ കാണാത്ത ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഴുതി അബവ് 50-60 ഒക്കെ കട്ട് ഓഫ് വരാറുണ്ട്. അപ്പൊ ഞാനിത് നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് ഒരു 20 മാർക്ക് കിട്ടാനുള്ളൊരു സാധ്യതയൊക്കെ പോലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണുള്ളത്. അപ്പൊ ഞാൻ ചെയ്തൊരു മണ്ടത്തരം ഇതാണ്, എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്തു, ആൻസർ ചെയ്തു. കാരണം 10-20 ക്വസ്റ്റ്യനെ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ലിസ്റ്റിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ പോയി. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്ത കാര്യം, ഡൗട്ട് തോന്നിയ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ അതിന്റെ എഫക്ട് എന്റെ റിസൾട്ടിൽ വന്ന് എങ്ങനെയാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ എക്സാമിന്റെ മാർക്ക് എന്ന് പറയുന്നത് 25.63. കട്ട് ഓഫ് 19 സംതിങ് ആയിരുന്നു. 18.67 ആണോ അത് 19.67 ആണോ കൃത്യമായിട്ട് ഇപ്പൊ ഓർക്കുന്നില്ല. കാരണം ഇപ്പൊ ഒരു 4-5 വർഷം ആവുന്നു. അപ്പൊ എന്റെ ചിന്തകൾ മൊത്തം പോയി, ഫുള്ള് ഡൗൺ ആയിപ്പോയി. ലിസ്റ്റിൽ വരാനുള്ള യാതൊരു സാധ്യത ഇല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് പോയി. പക്ഷെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോ ഷോർട്ട് ലിസ്റ്റിനകത്തോണ്ട് അപ്പോഴും മാർക്ക് അറിയില്ല. ഇന്റർവ്യൂവിന് ശേഷമാണ് മാർക്ക് മനസ്സിലാക്കുക. അന്ന് പറ്റുമായിരുന്നുള്ളൂ. മാർക്ക് വന്നപ്പോൾ 25.67 മാർക്കുള്ളത്. നിങ്ങളുടെ PG വെയിറ്റേജിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് കൂടും. കാരണം PGയുടെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരാം. പക്ഷെ എന്റെ ഈ 25.67 അകത്ത് നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ആക്ച്വൽ മാർക്കിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കുറച്ച് മാർക്കുണ്ട്. ഞാൻ ഈ അഡ്വാൻസ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ഓഫ് കൂടിപ്പോയാൽ എന്തോ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഡൗട്ട്ഫുൾ നിങ്ങൾ ആ ലിസ്റ്റ് കണ്ടപ്പോൾ കണ്ടിട്ടുണ്ടാവും. ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കാണ്. മുഹമ്മദ് റാഫി അങ്ങനെ എന്തോ ആണ് ആളുടെ പേര്. അയാള് റിട്ടേൺ മാർക്ക് 40 മാർക്കുണ്ട്. എനിക്ക് 25.67 പക്ഷെ യഥാർത്ഥം സംഭവിച്ചത് എനിക്ക് 11 മാർക്ക് നെഗറ്റീവ് മാർക്ക് പോയി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴാണ്
1/3 പോകുന്നത്, നെഗറ്റീവ് ആകുന്നത്. അപ്പൊ എന്റെ 11 മാർക്ക് എനിക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്റെ എത്ര ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. 11 മാർക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 3 33 സംതിങ് ക്വസ്റ്റ്യൻ എന്റെ കയ്യിൽ നിന്ന് ഈ അപ്പൊ ഞാൻ വെച്ചിട്ട് എനിക്കുണ്ടാകുന്ന ഒരു 1.5 വർഷം മുൻപ് സർവീസിൽ കയറാൻ പറ്റുമായിരുന്നു. അപ്പൊ നിങ്ങള് ഇനി നിങ്ങൾക്ക് ഒരു അബദ്ധം അങ്ങനെ പറ്റാൻ പാടില്ല. എനിക്ക് കാര്യം പറഞ്ഞു തരുന്നത്, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക. കാരണം അത് നമുക്ക് ചിലപ്പോൾ ഒരു ലക്ക് കൊണ്ട് 1 മാർക്ക് തന്നേക്കാം, ചിലപ്പോൾ നമുക്ക് ഒരു ബാഡിലൊക്കെ വന്നിട്ട് നമുക്ക് മൈനസിലേക്കും പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഏറ്റവും കെയർഫുൾ ആയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അത് ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യന്റെ കേസിൽ. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ബബിൾ ചെയ്യുവാണ്. അപ്പൊ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാം എഴുതുന്ന ഒരുപാട് PSC എഴുതിയിട്ടുള്ളവരായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. 0.3 ഇപ്പോ നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ എനിക്ക് പോയതുകൊണ്ട് 100 പൊസിഷൻ ബാക്കിൽ പോകേണ്ടി വന്നു. അപ്പോ നമ്മളുടെ ഒരു 1/3 എന്ന് പറയുന്നത് പോലും നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ നമ്മുടെ പൊസിഷനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട്. വേറെ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ മീറ്റിംഗിൽ നിന്ന് ലീവ് ചെയ്യാം. സർ, ജനറൽ പേപ്പർ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തതെന്ന്? ജനറൽ പേപ്പർ എനിക്കിപ്പോ ഇതിന്റെ സിലബസിൽ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. കാരണം ഇതിനകത്ത് നിങ്ങളുടെ സിലബസ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ നിങ്ങൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, പറയാം. എൻ്റെ ഒരു ഓർമ്മ ആ ഒരു ജനറൽ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ചെയ്തത് നമ്മുടെ BEdന്റെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ റെഫർ ചെയ്യുക. അപ്പൊ നമുക്ക് അതിൻ്റെ അന്ന് കുറേ കാര്യങ്ങൾ കിട്ടും. എഡ്യൂക്കേഷൻ സൈക്കോളജി, ചൈൽഡ് സൈക്കോളജിയിലൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ BEdന്റെ സിലബസിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ? ലൈസൻസ് ഒക്കെ ഈ PSCയിലേക്ക് പുതുതായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ, ഞാൻ അതാണ് പറഞ്ഞത്. എനിക്ക് ആ ഒരു കേസിൽ എനിക്കൊരു കറക്റ്റ് ആൻസർ തരാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ഒരു ഓർമ്മ പ്യൂർലി സബ്ജക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഒരു ക്ലാരിറ്റി നിങ്ങൾ സിലബസുമായിട്ടൊന്ന് ചെയ്യേണ്ടി വരും. ഞാനിപ്പോ ഇപ്പൊ എത്ര വർഷം, 5 വർഷമായി എക്സാം കഴിഞ്ഞിട്ട്. അപ്പൊ എനിക്ക് അതിനകത്ത് എനിക്ക് കൃത്യമായിട്ടൊരു ആൻസർ തരാൻ പറ്റുന്നില്ല. എൻ്റെ ഓർമ്മ ഈ പറയുന്ന
റിനേച്ചൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ ഫൈനൽ സിലബസ് വരുമ്പോൾ നിങ്ങൾ അത് എന്തായാലും എക്സാമിന് 6 മാസം മുമ്പ് തന്നെ സിലബസ് ഉറപ്പായിട്ട് വരും, സൈറ്റിൽ വരും. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് പറയാനുള്ളത്. എക്സാം കലണ്ടർ വരുന്നതിനൊപ്പം തന്നെ സിലബസ് വരും. പിന്നെ നോർമലി നമുക്ക് ഓരോ ക്വാളിഫിക്കേഷൻ ബേസിൽ സൈറ്റിൽ സിലബസ് ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, മറ്റേ നോൺ വൊക്കേഷണൽ ടീച്ചറിന്റെ സിലബസ് ഇതിനോട് ഏകദേശം അതിനോട് ഒരു സാമ്യമുള്ള സിലബസ് തന്നെ വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ പറഞ്ഞിരിക്കുന്ന സിലബസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് ആക്ച്വൽ സിലബസ് വരുമ്പോൾ അത് വെച്ചുകൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യണേ. എനി ഡൗട്ട്സ്? ഓക്കെ സാർ, താങ്ക് യു. സാർ ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ ആണ് തന്നത്. അപ്പം HSST എക്സാം ക്ലിയർ ചെയ്ത് ജോലിയിൽ പ്രവേശിച്ച ഒരാളിൽ നിന്ന് കിട്ടുന്ന അത്രയും എക്സ്പീരിയൻസ് വേറെ എവിടെ നിന്ന് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് സാറിന് ഒരുപാട് നന്ദി. ടോസ് അക്കാഡമിയുടെ ഇങ്ങനൊരു വെബിനാറിന് വന്നതിലും ഒരുപാട് ഡീറ്റെയിൽസ് സ്റ്റുഡൻസുമായിട്ട് പങ്കുവച്ചതിലും താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. അപ്പൊ ഞാൻ ടീച്ചറെ ലീവ് ചെയ്യുവാണേ. ഓക്കെ സാർ, ഓക്കെ. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വിന്നേഴ്സ് മീറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് സൗമ്യയാണ്. അതായത് നമ്മുടെ HSST ടോസ് അക്കാഡമി തന്നെ പഠിച്ച സൗമ്യ സുവോളജി HSST എക്സാമിന് 6th റാങ്ക് നേടിയിട്ടാണ് പാസ്സായിരിക്കുന്നത്. അപ്പോൾ സൗമ്യയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. സൗമ്യ ഓഡിബിൾ ആണോ? ഹലോ, ഒരു മിനിറ്റ്. ഹലോ സൗമ്യ, കേൾക്കാമോ? ഓഡിബിൾ ആണോ? ഓക്കെ, അപ്പോൾ സൗമ്യ ഉടനെ വരും. നമ്മുടെ HSST റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള രഞ്ജിതയാണ് അടുത്തായിട്ട് വിന്നേഴ്സ് ടോക്കിൽ വരുന്നത്. രഞ്ജിത, കേക്കാം. ഓക്കെ രഞ്ജിത, ഓക്കെ, താങ്ക് യു. ഓക്കെ, എൻ്റെ പേര് രഞ്ജിത, കോട്ടയാണ് പ്രദേശം. 2022 HSST
HSST എക്കണോമിക്സ് എക്സാം നടത്തിയിരുന്നു. അതിന്റെ റിസൾട്ട് 2024 ഫെബ്രുവരി 6 പബ്ലിഷ് ചെയ്തു. എന്റെ എക്സാം ടോസ് അക്കാദമിയുമായിട്ടുള്ള നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും. അത്രമാത്രം ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. വരികയാണ് 21 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു. 22 ജാനുവരി ലാസ്റ്റ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. അതേ വർഷം തന്നെ ഓക്കെ ഓഡിബിൾ അല്ലേ? കേൾക്കുന്നു? അതെ മാം, കേൾക്കാം. അപ്പൊ ആ വർഷം തന്നെ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു. 22 ജൂലൈ കറക്റ്റ് 6 മാസമായിരുന്നു എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എക്സാം നടത്തുകയും ചെയ്തു. PSC എന്നാണോ കലണ്ടേഴ്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത് അതിനനുസരിച്ച് തന്നിട്ടുള്ള എക്സാം കലണ്ടറും അതുപോലെ തന്നെ ആ രീതിക്ക് കറക്റ്റ് ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളുടെ എക്സാമിന് നോട്ടിഫിക്കേഷൻ അടുത്ത മാസം വന്നാൽ ഉറപ്പായിട്ടും എക്സാം 6 മാസത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ സിലബസിനെ കുറിച്ചും കൂടി പറയാം. സിലബസ് ഈ പറഞ്ഞതുപോലെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പുതിയ സിലബസ് ആണ് വന്നത്. അതായത് പുതിയ സിലബസ് ആയിരുന്നു ഞങ്ങൾക്ക് HSST എക്കണോമിക്സിന് വന്നത്. അത് നോട്ടിഫിക്കേഷൻ വന്ന അധികം സമയം കഴിയാതെ തന്നെ പുതിയ മിസ് ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പം അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന സിലബസ് ഏതാണോ അത് വെച്ച് സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുക. പിന്നെ പറയാനുള്ളത് കോൾഡ് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ ശ്യാം സാർ പറഞ്ഞ പോലെ നിങ്ങൾ എക്കണോമിക്സ്, ഇപ്പം എന്റെ സബ്ജക്ട് എക്കണോമിക്സ് ആയിരുന്നു. ഇപ്പൊ നിങ്ങളുടെ കൊമേഴ്സ് ആകുമ്പോഴത്തേനും ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ പണിക്ക് നിന്നാൽ മതി. വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്. എക്സാമിന്റെ പാറ്റേൺസ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു പുതിയൊരു സിലബസാ വന്നേന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കും ഒട്ടും തന്നെ ഒരു ചെറിയ സിലബസ് ആയിരിക്കില്ല. സിംഗിൾ ഒബ്ജക്റ്റീവ് മോഡ് അല്ലെങ്കിൽ എന്താണ് 1 വേർഡ് ടൈപ്പുള്ള ഓപ്ഷൻസ് ഒന്നും ആയിരിക്കില്ല തരുന്നത്. ശരിക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തന്നിരിക്കുന്നത്. സോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെച്ചു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ കോച്ചിങ് അല്ലെങ്കിൽ ഞാനൊരു ഗൈഡൻസ് പോലെ കൊണ്ടുനടന്നത് എന്റെ ടോസ് അക്കാദമിയിലെ ടീച്ചേഴ്സ് ആയിരുന്നു. അവരായിരുന്നു എന്റെ ഫെസിലിറ്റേറ്റേഴ്സ്, അല്ലെങ്കിൽ എന്റെ ഗൈഡ് എന്ന് പറയുന്നത് എന്റെ ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പൊ നമുക്ക് ടോസ് അക്കാദമിയുടെ ആപ്പ് ക്ലാസ്സുകൾ ഒരു ദിവസം വലിയ ക്ലാസ്സുകളാണെങ്കിൽ ഡ്യൂറേഷൻ ഇപ്പൊ നിയർ ടു ഒരു 45 മിനിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ 1-2 ക്ലാസ്സുകളായിരിക്കും. നമുക്ക് പല മോഡ്യൂൾസ് ആയിട്ടായിരിക്കുമല്ലോ സിലബസിൽ അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോൾ 2 ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ഓരോ മോഡ്യൂൾസും, ഇപ്പൊ ഒരു ഫസ്റ്റ് മോഡ്യൂൾ ആയിരുന്നെങ്കിൽ ഒരു ടീച്ചർ 3rd മോഡ്യൂൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ആദ്യത്തെ മോഡ്യൂൾസിന്റെ ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്നുള്ള വീഡിയോ തരുന്നു. അതിന്റെ നോട്ട് PDF ആയിട്ടായിരുന്നു വാട്സപ്പിൽ അയച്ചു തരികയായിരുന്നു. വീഡിയോസ് കാണുന്നു, നോട്ട് അത് പ്രിന്റ് ഔട്ട് എടുത്ത് അത് മാത്രമല്ല ചെയ്തത്, ഞാൻ സ്വന്തമായിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണുന്നു, നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു. പിന്നീട് ആ ഒരു ഏരിയ പഠിപ്പിച്ചു കഴിയുമ്പോൾ ഒരു മോഡ്യൂളിന്റെ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 2 ഏരിയ ഒക്കെ, ഒരു മോഡ്യൂളിനെ നമുക്ക് ഒരു 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഒരു ഏരിയ കവർ ചെയ്യുമ്പോൾ തന്നെ ടീച്ചേഴ്സ് എക്സാം കണ്ടക്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല രീതിയിൽ സിലബസിനെ മനസ്സിലാക്കുക. സിലബസിലെ ഓരോ പോയിന്റുകളും അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾസിലെ ഓരോ ചെറിയ ഏരിയ പോലും നല്ല ഡെപ്തിൽ പഠിക്കുക. അതിനുള്ള ഡെപ്തിൽ തന്നെയുള്ള നോട്ട്സ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഞാൻ ടോസിന്റെ കാര്യമാണ് കേട്ടോ പറയുക, കാരണം എനിക്ക് ടോസുമായിട്ടേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പഠിച്ച രീതിയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഓക്കെ, അപ്പം സിലബസ് എടുത്ത് വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഓരോ മോഡ്യൂൾസും അല്ലെങ്കിൽ ഓരോ ഏരിയസും വളരെ ഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ജസ്റ്റ് ഒരു പെരിഫറൽ ആയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ പഠിച്ചിട്ട് പോയാൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, നെഗറ്റീവ് അടിക്കും. അതുപോലെ ഇപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ എക്സാമിന് ജസ്റ്റ് ഒരു എസ്സേ പോലെ നമ്മൾ പഠിച്ചിട്ട് പോയാലേ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൽ ഓരോ ഓപ്ഷൻ പോലും നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ കാരണം നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ സ്റ്റേറ്റ്മെന്റ് ഞങ്ങളുടെ എക്സാമിന് ഒരു മോർ ദാൻ ഒരു 30 സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തറവായിട്ട് തന്നെ സിലബസ് ഫുൾ കവർ ചെയ്യണം.
അതുപോലെ തന്നെ കവർ ചെയ്യാൻ മാത്രമല്ല ചെയ്യേണ്ടത്, പഠിക്കുന്ന ഏരിയ നീറ്റായിട്ട് പഠിച്ചതിന് ശേഷം ഡെപ്ത് ആയിട്ട് പഠിച്ചതിന് ശേഷം അതിന്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. മോക്ക് ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും ചെയ്യണം. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ ടൈം മാനേജ്മെന്റും അതുപോലെ തന്നെ ആ ഒരു ഏരിയ നിങ്ങൾക്ക് അത് തറവാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ മാക്സിമം നമുക്ക് ടോസിലെ ടീച്ചേഴ്സ് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എവിടുന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുമോ അവിടെ നിന്നെല്ലാം ഞാൻ ക്വസ്റ്റ്യൻസ് കിട്ടും. നമ്മൾ ഒരു ഏരിയ പഠിക്കും, നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്ന അങ്ങനെയാണ് കേട്ടോ. ഒരു ഏരിയ പഠിക്കുന്നു, അതിൽ നിന്ന് ഏത് ടൈപ്പുള്ളും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അത് കമ്പൽസറി ആയിട്ട് എല്ലാവരും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ചിട്ടല്ല, അത് യഥാർത്ഥത്തിൽ റിവിഷൻ ചെയ്യുകയും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സിലബസ് ഇപ്പം ഞാൻ ഫുൾ കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് എക്സാമിന് അത് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് ഉത്തരം നൽകാൻ വേണ്ടി നമുക്ക് പറ്റണം. അപ്പൊ അതുകൊണ്ട് മോക്ക് ടെസ്റ്റുകൾ, അതും നമ്മളുടെ PSC ചോദിക്കുന്ന തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ വെറുതെ ഈ പറയുന്ന പോലെ നേരത്തെ പോലെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സിംഗിൾ വേർഡ് ഒബ്ജക്റ്റീവ് അങ്ങനെ ചെയ്യരുത്. സ്റ്റേറ്റ്മെന്റും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ അതെടുത്ത് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമ്മുടെ എക്സാമിന്റെ കാര്യമാണ്. ഇപ്പൊ ഞങ്ങൾക്ക് 100 മാർക്കിനാണ് നമുക്ക് എല്ലാവർക്കും എക്സാം വരുന്നത്. 100ൽ 70 മാർക്ക് നമ്മുടെ സബ്ജക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ആകുമ്പോൾ കൊമേഴ്സ് ആയിരിക്കും. പിന്നെ 30 മാർക്സ് ജനറൽ പേപ്പറാണ്. ജനറൽ പേപ്പറിൻ്റെ അത് നമുക്ക് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വരും, റിനൈസൻസ് വരും, പിന്നെ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അത് നമുക്ക് ടോസിലായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെ, ഫാക്കൽറ്റീസ് തന്നെയായിരുന്നു അതിന്റെ നോട്ടുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും റിനൈസൻസ് ആണെങ്കിലും നമ്മുടെ സിലബസ് വൈസ് പക്ക ഫുൾ സിലബസ് കവർ ചെയ്യുന്ന തരത്തിലുള്ള PDF-ഉം അതുപോലെ തന്നെ അതിന്റെ വീഡിയോസും ഞങ്ങൾക്ക് അയച്ചു തരുമായിരുന്നു. അപ്പൊ എനിക്ക് ഈ പറയുന്ന പോലെ റിനൈസൻസും ഈ ജനറൽ പേപ്പറിന്റെ കേസിൽ ഞാൻ വേറൊരു സോഴ്സിൽ നിന്നൊന്നും മെറ്റീരിയൽസ് കളക്ട് ചെയ്തിരുന്നില്ല. കാരണം നമുക്കിവിടെ അലസാറും അതുപോലെ തന്നെ അഞ്ജലി മിസ്സും ആയിരുന്നു ഞങ്ങൾക്ക് ഈ ജനറൽ പേപ്പർ എടുത്തോണ്ടിരുന്നത്. സോ അവര് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ റിനൈസൻസും കോൺസ്റ്റിറ്റ്യൂഷനും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള PDF നോട്ടുകൾ തന്നിരുന്നു. അപ്പൊ അത് സത്യം പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഞാൻ പഠിച്ച എന്റെ BEd കോളേജിലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒക്കെ നോട്ടുമായിട്ട് സെയിം തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെ, ടോസിലെ ടീച്ചേഴ്സ് തന്ന മെറ്റീരിയൽസ് മാത്രമാണ് ജനറൽ പേപ്പറിന് വേണ്ടിയിട്ട് പഠിച്ചത്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന 70 മാർക്ക് സബ്ജക്റ്റിലായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ ഒരു റിസൾട്ടിന് എന്റെ ജനറൽ പേപ്പറിന്റെ മാർക്ക് ഒരുപാട് എന്റെ റാങ്ക് മേക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിക്കുന്ന ഓരോ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 5, റിനൈസൻസിൽ നിന്ന് 5 അങ്ങനെയാണെന്ന് തോന്നുന്നു എന്റെ ഡിവിഷൻ. എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടിയിൽ നിന്ന് ചോദിച്ച ഫുൾ ക്വസ്റ്റ്യൻസും എനിക്കറിയായിരുന്നു. അപ്പോൾ താങ്ക്സ് അലസാർ ഉണ്ടെന്ന് തോന്നുന്നു ഈ മീറ്റിംഗിൽ. അപ്പം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സാറിനോട് ഞാൻ ഇപ്പൊ എന്റെ ഒരു നന്ദി പ്രകടിപ്പിക്കുകയാണ് കേട്ടോ. അഞ്ജലി മിസ് ഞങ്ങൾക്ക് എടുത്തു, പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പം നമ്മളുടെ റാങ്ക് ചെയ്യുന്ന ഇപ്പൊ ഈ 70 മാർക്സിന് വേണ്ടിയിട്ട് എല്ലാവരും പഠിക്കും. പക്ഷെ ഈ ഒരു 30 മാർക്ക് എന്ന് പറയുന്നത് ഒട്ടും കുറവല്ല. അപ്പൊ എല്ലാവരും പഠിക്കുന്ന കൂടെ ഈ ജനറൽ പേപ്പറിന്റെ കാര്യം കൂടി മറന്നു പോകരുത്. അതും വളരെ ഡെപ്ത് ആയിട്ടും, അതും ഈ പറഞ്ഞ പോലെ സിംഗിൾ വേർഡിലൊന്നും അല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷൻസും ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ്. ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ ഇൻസിഡൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് വരും. അപ്പൊ എൻ്റെ ഒരു കേസിൽ ഞാനും ഈ പറഞ്ഞ പോലെ കുറച്ച് അശ്രദ്ധ എക്സാം ടൈമിലാണ്. കാരണം പ്രിപ്പറേഷൻസ് എല്ലാം നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്താണ്. ഞാൻ മോക്ക് ടെസ്റ്റുകളൊക്കെ എടുത്തു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം അവിടെ ചെന്നിരുന്നപ്പം. കാരണം നമ്മൾ പഠിച്ച ഏരിയസിൽ നിന്ന് തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത്. ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്, ലക്കൊന്നും അല്ല. നമ്മൾ സിലബസ് ടീച്ചേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്തിരുന്നു. ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് തന്നെയാണ് എക്സാമിന് പോയത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കുറച്ച് ഒരു ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ പോയിന്റ് എങ്കിലും നമുക്ക് മിസ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും ABCD എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഓപ്ഷൻസിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയത്തില്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യരുത്. കാരണം എനിക്ക് അങ്ങനെ കുറച്ച് അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് നമ്മുടെ എക്സാമിന് മാക്സിമം കുറയ്ക്കുക. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് റിവിഷൻ ആണ്.
ഒരു മോഡ്യൂൾ ആണെങ്കിൽ മോഡ്യൂളിനെ തന്നെ 4 നമുക്ക് ഡിവൈഡ് ചെയ്യാം മെയിൻ ഏരിയ വെച്ചിട്ട്. അപ്പോൾ മോഡ്യൂൾസ് കണ്ടിന്യൂ ആയിട്ട് ഇപ്പൊ ഫസ്റ്റ് മോഡ്യൂൾ ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യും വരെ ഓരോ ദിവസം എടുക്കുമ്പോഴും ആദ്യത്തെ ഏരിയാസ് റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. വീക്കിൽ വൺസ് എങ്കിലും പഠിച്ച എല്ലാ ഏരിയാസും റിവിഷൻ ചെയ്യാൻ വേണ്ടി മാക്സിമം നമ്മൾ പുതിയ ഏരിയാസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ റിവിഷനും അതോടൊപ്പം തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാം 6 മാസം കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് കറക്റ്റ് 6 മാസം കഴിയുമ്പോഴത്തേനും വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ എക്സാം ഉണ്ടാവും. അപ്പോൾ കണ്ടിന്യൂസ് റിവിഷനും അതുപോലെ മോക്ക് ടെസ്റ്റും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ടൈമിൽ നല്ല രീതിയിൽ റിലീഫ് ഉണ്ടാവും, ടെൻഷൻസ് കുറയും. പിന്നെ പറയാനുള്ളതെന്ന് പറയുമ്പം സ്റ്റഡി ടൈമാണ്. നമ്മുടെ ശ്യാം സാറ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇപ്പം ഞാൻ ഈ 2021 പാസ് ഔട്ട് ആവുന്നത്. അപ്പം പാസ് ഔട്ട് ആയതിനു ശേഷം ഞാൻ ഗവൺമെന്റ് സ്കൂളുകളിൽ ഗസ്റ്റ് ആയിട്ട് കയറിയിരുന്നു. പക്ഷെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഞാൻ അങ്ങനെയുള്ള കോച്ചിങ് അങ്ങനെയുള്ള ഡെയിലി ബേജിനൊന്നും പോയിട്ടില്ല. കാരണം വേറൊന്നുമല്ല, ഇതിനെ ഫോക്കസ് ചെയ്തു. ഞാൻ നോട്ടിഫിക്കേഷൻ വന്ന എക്സാം വരെയുള്ള ദിവസങ്ങൾ ഇതിനു വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്യുകയായിരുന്നു. അത്രയും നമുക്ക് സമയം എടുക്കണം, കാരണം നമ്മളുടെ സിലബസ് വൈഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫിനാൻഷ്യലി നമുക്ക് വേറൊരാളും കൂടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതിന് വേണ്ടിയിട്ട് HSST കൊമേഴ്സ് നേടണം എന്ന രീതിയിലേക്ക് തന്നെ നിങ്ങൾ ഇരുന്ന് പഠിക്കണം. കാരണം നമുക്ക് അല്ലെങ്കിൽ ദിവസം 1-2 മണിക്കൂർ മാത്രം ഇരുന്നാൽ നമ്മുടെ സിലബസ് കവർ ചെയ്യില്ല. കവർ ചെയ്താൽ പോലും നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ 2017 എക്സാം നടന്നതെന്ന് പറഞ്ഞാല് ഇനിയിപ്പം അന്ന് മുതലുള്ള ആളുകളും അതോടൊപ്പം തന്നെ പുതിയതായിട്ട് പാസ് ഔട്ട് ചെയ്തിട്ടുള്ള കുട്ടികളും ഉണ്ടാവും. അപ്പൊ PG വെയിറ്റേജും നമ്മൾ നമ്മളുടെ ലാസ്റ്റ് സ്കോറിൽ അത് കൂട്ടും. PG വെയിറ്റേജ് ഉണ്ടാവും. അപ്പൊ പുതിയതായിട്ട് പാസ് ഔട്ട് ആവുന്ന കുട്ടികൾക്ക് PG വെയിറ്റേജ് കൂടുതലായിരിക്കും ഉറപ്പായിട്ടും. സോ നമുക്ക് ഇപ്പം നേരത്തെ പാസ് ഔട്ട് ആയവരെ സംബന്ധിച്ചിടത്തോളം നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം റിട്ടേൺ സ്കോർ ഏറ്റവും മാക്സിമം ചെയ്യണം, എന്നാലേ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് ഫ്രണ്ട് വരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡ്രീം ചെയ്യുക നമ്മളൊരു HSST എക്കണോമിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ് ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ സ്വപ്നം കാണുക. ഞാൻ സത്യം പറയാലോ, എൻ്റെ റാങ്ക് 13 ഞാൻ എൻ്റെ HSST എക്കണോമിക്സിന്റെ പ്രിപ്പറേഷൻ ടൈമിൽ ഞാൻ ആഗ്രഹിച്ച, നിങ്ങളത് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു റാങ്കാണ് 13. ഞാൻ ഇങ്ങനെ വെറുതെ എൻ്റെ ബുക്കിൽ ഇങ്ങനെ 13 റൗണ്ട് ചെയ്തിട്ടിരുന്നു. അതായത് ഈ റാങ്ക് എനിക്ക് നേടാൻ പറ്റുമെന്ന് വെറുതെ ഒരു ഡ്രീമിന്റെ പുറത്ത് ചെയ്താണ്. പക്ഷെ എനിക്ക് പറയട്ടെ, എനിക്ക് ആ റാങ്ക് തന്നെ കിട്ടി. അത് ലക്കൊന്നുമല്ല, ഹാർഡ് വർക്ക് തന്നെ ചെയ്തിട്ടാണ്. ദിവസവും ഈ പറഞ്ഞ പോലെ 10, 12, 13, 14 മണിക്കൂർ ഇരുന്ന് പഠിച്ചതുകൊണ്ട് മാത്രമാണ് എക്സാം ഡേറ്റിനോട് അടുത്ത സമയത്ത് ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമല്ല, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വേണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ ചൂസ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കറക്റ്റ് ആയിട്ട് ഒരു ഗൈഡൻസ് ചൂസ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് സിലബസ് ബേസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് കിട്ടുന്ന രീതിയിൽ ചൂസ് ചെയ്യുക. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ കിട്ടണം. നമ്മുടെ PSCയുടെ കറന്റ് PSC പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭിക്കണം. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ലഭിക്കുന്നത് ഒരു ഗൈഡിനെ അങ്ങനെ അല്ലെങ്കിൽ ഒരു അക്കാദമിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ എന്തായാലും ടോസ് അക്കാദമിയിലാണ്. എൻ്റെ ടീച്ചേഴ്സിനോടുള്ള നന്ദി ഞാൻ ഈ ഒരു സമയം പറയുകയാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട്, നിങ്ങളുടെ സബ്ജക്റ്റ് അല്ല, എൻ്റെ എക്കണോമിക്സ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അല്ലാതെ ജനറൽ ആയിട്ട് എക്സാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ പ്രിപ്പറേഷനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എക്സാമിന് എത്ര മാർക്ക് കിട്ടി? PGക്ക് എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു? ഓക്കെ, എനിക്ക് ഞങ്ങളുടെ കട്ട് ഓഫ് 43.2 സംതിങ് ആയിരുന്നു. എൻ്റെ മാർക്ക് 55 ആയിരുന്നു. എൻ്റെ PG വെയിറ്റേജ് 17 ആയിരുന്നു. ടോട്ടൽ PG വെയിറ്റേജ് വരുന്നത് 20ലാണ്. 20ൽ 17 ആയിരുന്നു. പിന്നെ ഇന്റർവ്യൂവിന് നമുക്ക് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 13 ആണ്. 13 മാർക്ക് ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിനും. ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് എനിക്ക് ടോസിൽ നിന്നുള്ള അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിന്റെ സമയത്ത്. അതൊക്കെ നമുക്ക് എക്സാം, ആദ്യം നിങ്ങൾ എക്സാമിനെ കുറിച്ച് ഇനി ആർക്കെങ്കിലും
ഓക്കെ, ആർക്കും ഡൗട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് മൂവ് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ മാം പെർ ഡേ എത്ര അവേഴ്സ് മാം പ്രിപ്പയർ ചെയ്യുമായിരുന്നു? ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ആദ്യമായിട്ട് ഇതുമായിട്ട് ഒരു ടച്ച് വേണമല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് തരുന്ന വീഡിയോസും അതുപോലെ തന്നെ ആ PDF കവർ ചെയ്തു. പിന്നെ ആ ഒരു PDF ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു. അപ്പൊ അതിന് റിക്വയർഡ് ആയിട്ടുള്ള ടൈം എനിക്ക് മിനിമം വന്നിരുന്ന ഒരു 2 മണിക്കൂറാണ്. സ്റ്റാർട്ടിങ് ഡേയ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ 10, 12, 13, 14 മണിക്കൂറുകൾ ഇരുന്ന് പഠിച്ചാണ് കേട്ടോ. ഫുൾ ടൈം ഒരു 4 മാസക്കാലം ഞാൻ ഇതിനു വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യായിരുന്നു. ഓരോ ദിവസവും ചില ദിവസങ്ങളിൽ നമുക്കറിയില്ല, എന്തെങ്കിലും ഒരു മടുപ്പ് അല്ലെങ്കിൽ തോന്നുവാണെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. പക്ഷെ കൂടുതലും ഞാൻ ഇതിനു വേണ്ടിയിട്ട് തന്നെ നല്ല രീതിയിൽ ടൈം എടുത്ത് പഠിച്ചാണ് കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഈ ഒരു സെഷനെ കുറിച്ചിട്ട്? ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത താങ്ക് യു രഞ്ജിത. താങ്ക് യു, ഇത്തരത്തിൽ നല്ല രീതിയിൽ രഞ്ജിത പ്രസന്റ് ചെയ്തു. അപ്പം അതിനകത്ത് ഇവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെഷനിലേക്ക് കിടക്കാം. അപ്പൊ അടുത്ത സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യ ജോയിൻ ചെയ്തിട്ടുണ്ടോ? സൗമ്യ ഓഡിബിൾ ആണോ? സൗമ്യ സൗമ്യ ഓക്കെ, സോ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത സെഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അതായത് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു സെഷൻ എന്ന് പറയുന്നത് സിലബസ്, അതുപോലെ തന്നെ എക്സാം പാറ്റേൺ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. സോ അപ്പോൾ നമുക്ക് ആ ഒരു സെഷനിലേക്ക് പോവാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, സ്ക്രീൻ ഷെയർ ചെയ്തത് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് മാം, ഉണ്ട്. ഹലോ, കാണാം. വിസിബിൾ ആണോ? പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആരെങ്കിലും ഒന്ന് ജസ്റ്റ് റിപ്ലൈ തരണേ. കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, വിസിബിൾ ആണോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം തന്നെ ആദ്യമേ നിങ്ങളോടൊരു കാര്യം പറയാം. നോട്ടിഫിക്കേഷനോടൊപ്പമായിരിക്കും നമ്മുടെ സിലബസ് വരുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ജൂൺ 3 വരും. അപ്പോൾ അതുവരെ നമ്മുടെ നാട്ടിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കും. അപ്പോൾ ഈ പെരുമാറ്റച്ചട്ടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മോസ്റ്റ് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 3 ശേഷം നമ്മുടെ HSST കൊമേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ സിലബസും വരുന്നതാണ്. അപ്പോൾ മുൻ വർഷങ്ങളിൽ HSST കൊമേഴ്സ് എക്സാംസ് അറ്റൻഡ് ചെയ്തവരുണ്ടായിരിക്കാം, അല്ലാത്തവരുണ്ടായിരിക്കാം. സോ അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു സിലബസാണ് ഈ വർഷത്തേത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അഖില എന്നാണ്. ഞാൻ ടോസ് അക്കാഡമിയുടെ ഫാക്കൽറ്റിയാണ്. ടോസ് അക്കാഡമിയുടെ സെറ്റിൻ്റെ ക്ലാസ്സുകളും നെറ്റിൻ്റെ ക്ലാസ്സുകളും ഒപ്പം HSST ക്ലാസ്സുകളും ഹാൻഡിൽ ചെയ്യുന്നത്
ഒരാൾ ഞാനാണ്. എന്നെ കൂടാതെ വേറെ ഫാക്കൽറ്റീസ് ഉണ്ട്, അതിലൊരാൾ ഞാനാണ്. അപ്പം എൻ്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ തന്നെ ഓൾറെഡി ഇതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്, അതായത് സെറ്റ് നെറ്റ് അതുപോലെ PhD. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കുകയാണെങ്കിൽ കൊമേഴ്സിൻ്റെ HSST സിലബസിനെ കുറിച്ച് ആദ്യം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സിലബസ്. ഈ കഴിഞ്ഞ NVT എക്സാം ആരെങ്കിലും അറ്റൻഡ് ചെയ്തോ? NVT എക്സാം അറ്റൻഡ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? നോൺ വൊക്കേഷണൽ ടീച്ചേഴ്സിൻ്റെ എക്സാം ഉണ്ടോ? ജസ്റ്റ് ഹാൻഡെങ്കിലും ഒന്ന് റേസ് ചെയ്യും. അല്ലെങ്കിൽ ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്ന് പോളിടെക്നിക്ക് അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഓക്കെ, അപ്പം ഇപ്പോൾ കഴിഞ്ഞ എക്സാംസ് നോക്കുകയാണെങ്കിൽ ആ ഒരു എക്സാം പാറ്റേൺ വരെ നോക്കുകയാണെങ്കിൽ സിലബസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 5 വർഷം മുമ്പ് നടന്ന ആ ഒരു എക്സാമിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഇത്തവണത്തെ സിലബസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സബ്ജക്ട് ഷെയറിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പേപ്പറിൻ്റെ സെഷൻസ് ആണ് ഇപ്പോൾ എനിക്ക് എടുക്കാനുള്ളത്. അപ്പോൾ മൊഡ്യൂൾ 2 ഫിനാൻഷ്യൽ മാർക്കറ്റ് സർവീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആണ് എൻ്റെ ഒരു ഏരിയ. സോ അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻസ് കാണാൻ സാധിക്കും. കാണാൻ പറ്റുന്നുണ്ടോ? സോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാം. ഓക്കെ, അപ്പം ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും റെഗുലർ ആയിട്ട് എക്സാമിന് വരുന്നതുമാണ്. അതായത് സെബി, അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ളവ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ബിഹേവിയർ ഫിനാൻസിൽ നിന്നും. അപ്പം ഈ ഒരു ആൻറ്റിസിപ്പേറ്റഡ് സിലബസിൽ നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോർഷൻസ് ആണ് ഈ തന്നിരിക്കുന്ന പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തിയറട്ടിക്കൽ പോർഷൻ ആണ്. ഇപ്പോൾ ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാം. കാരണം PSCയുടെ ഇപ്പോഴത്തെ പാറ്റേൺ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡിഗ്രി 10th അതുപോലെ 12th എക്സാം ഒക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് വരുവാണ്. അപ്പോൾ എല്ലാ എക്സാംസും അത്യാവശ്യം നിലവാരം പുലർത്തുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ലെവലിലായിരിക്കാം ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. സോ അടുത്തതെന്ന് പറയുന്നത് പ്യുവർലി പ്രോബ്ലം ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇപ്പോൾ ഒരു ചെറിയൊരു പോർഷനാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർഹെഡ്, മാർജിനൽ കോസ്റ്റിങ്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ ഈ പറഞ്ഞ കോസ്റ്റുകൾ എടുത്ത് പറയുന്നു എങ്കിൽ പോലും ആക്ച്വലി ഇത് മാത്രമായിരിക്കില്ല. സാർ ഒരു കാര്യം പറഞ്ഞു, സിലബസ് എന്ന് പറയുന്നത് ഒരു ആവരണമാണ്. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുമെന്നുള്ളത് നമ്മൾ അത്രയും ഇൻഡെപ്തായിട്ട് പോകും തോറുവേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് എത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് എത്താനും പറ്റും. ഓക്കെ, എനിവേ എങ്കിൽ പോലും നമ്മൾ ഓരോ കാര്യങ്ങളെയും കീറി മുറിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഓരോ എക്സാംസ് രീതി എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് തന്നെ മെറ്റീരിയലിനകത്ത് തന്നെ വേരിയൻസ് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. ലേബർ ഹവേഴ്സ് എങ്ങനെ പഠിക്കേണ്ടി വരും, പല പ്ലാനുകളുണ്ടല്ലേ, ലേബർ ഹവർ പ്ലാനുകളുണ്ട്, പല തിയറീസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ +2 to PG വരെയുള്ള കാര്യങ്ങളിൽ എല്ലാ റെഫറൻസ് ടെക്സ്റ്റ് വരെ ഉപയോഗിച്ച് വേണം നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ. സോ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു റെഫറൻസ് ടെക്സ്റ്റ് ആണ്. ഇത് വിസിബിൾ ആണോ ടെക്സ്റ്റ്? ഹലോ, ഞങ്ങൾക്കിപ്പോ 2ാമത്തെ മൊഡ്യൂള് കാണാൻ പറ്റുന്ന സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ ടെക്സ്റ്റ്? കുറച്ച് ഉറക്കെ പറയാമോ? ഹലോ, ടെക്സ്റ്റ് കാണുന്നില്ല മാം. കാണാൻ പറ്റുന്നില്ല? ഓക്കെ, ഇപ്പൊ കാണാമോ? കാണാമോ? വിസിബിൾ ആണോ? ഹലോ, ഓക്കെ. അപ്പം എല്ലാവർക്കുമായിട്ട് റെഫർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പം നമ്മൾ PGക്കൊക്കെ പഠിച്ച ക്യാപ്സുൾ ടെക്സ്റ്റ് ഒന്നും വെച്ചിട്ടൊന്നും നമുക്ക് ഒരിക്കലും ഈ ഒരു അഡ്വാൻസ് ലെവൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജെയ്ന നരകിൻ്റെ ടെക്സ്റ്റുകൾ ലൈബ്രറി പോയിട്ട് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയേറെ പോയിന്റ്സ് കിട്ടും. നമ്മളെപ്പോഴും പഠിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ക്യാപ്സുൾ ഫോർമാറ്റുകൾ ഉള്ള രീതികളാണ് പഠിക്കുന്നത്. അപ്പോൾ നെറ്റ് ആണെങ്കിലും സെറ്റ് ആണെങ്കിലും ഇനി നിങ്ങൾ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു എക്സാം എടുത്താലും അതിനകത്ത് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള പോർഷൻസ് ഈ ഒരു ടെക്സ്റ്റിൽ നിന്നുമാണ്. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് നോക്കി വെക്കുക. സോ അടുത്തതെന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. അപ്പം ഈ പറയുന്ന സിലബസ് ഒക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ NVT സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും വരാതെ തന്നെ ആയിരിക്കും സിലബസ് വരാൻ സാധ്യത. അപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിങ്ങിൽ നിന്നും നമുക്ക് ഉറപ്പായിട്ടും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് തിയറീസ് ഒക്കെ
ഒക്കെ തന്നെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പ്രോബ്ലം വരാം, ഫൈനൽ അക്കൗണ്ട്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരാം. അപ്പോൾ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകേണ്ട ഒരു മൊഡ്യൂളാണ്, പ്രോബ്ലം ഉണ്ട് തിയറിയുമുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 6 എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി പ്രസൻറ്റ് ചെയ്ത സമയത്ത് ജിക്കി മിസ് പറഞ്ഞിട്ടുണ്ട് ഓരോ മൊഡ്യൂളിൽ നിന്നും നമുക്ക് 7 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഒരു 7 മാർക്ക് നമ്മൾ ഇത്രയും ഒരു വൈഡ് ഏരിയയിൽ നിന്നും വേണം സ്കോർ ചെയ്തെടുക്കാൻ. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നല്ല ഡീപ്പായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് ആണ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്നും 7 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഏതൊരു കൊമേഴ്സ് എക്സാംസ് എടുത്താലും ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള പോർഷൻസ് ആണ് ഈ ഒരു പറഞ്ഞിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് മൊഡ്യൂള് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ലാത്ത ഒരു കൊമേഴ്സ് എക്സാംസും വന്നു പോയിട്ടില്ല. ഈ കഴിഞ്ഞ റിസർച്ച് അസിസ്റ്റന്റ് എക്സാമിൻ്റെ സിലബസ് അല്ലെ, ഇനി വരാൻ പോകുന്ന റിസർച്ച് അസിസ്റ്റന്റ് എക്സാമിൻ്റെ സിലബസ് എടുത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും. അതിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂള് തന്നെ, ഒരു പേപ്പർ തന്നെയുണ്ട്. കൊമേഴ്സിൻ്റെ ഏതൊരു എക്സാമും, ഇപ്പം അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് ആണെങ്കിലും ടാക്സ് ഓഫീസറിൻ്റെ എക്സാം ആണെങ്കിലും ഏതൊരു എക്സാമിനും മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു പോർഷനാണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ശ്രീനിവാസൻ സാറിൻ്റെ ടെക്സ്റ്റ് റെഫർ ചെയ്താൽ കുറേ ഏറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ജസ്റ്റ് മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് കാണിച്ചു പോകാം. അപ്പോൾ HSST കൊമേഴ്സ് 2018 നടന്ന ക്വസ്റ്റ്യൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഇതൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നിട്ടുണ്ട് ഈ ഒരു മൊഡ്യൂൾ നമ്മുടെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള പോർഷൻസ് ആണ്, അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള പോർഷൻസ് ആണ്. ഇത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നിന്നുമാണ്. അപ്പോൾ തിയറീസും ഉണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലം പേപ്പേഴ്സും ഉണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ അത് നമ്മുടെ സമയം കൂടി കൺസിഡർ ചെയ്ത് വേണം പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നമ്പർ ഉൾപ്പെടെയാണ് തന്നിരിക്കുന്നത്. അതായത് 2018 HSST കൊമേഴ്സിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്, അതുപോലെ 46 അതുൾപ്പെടെയാണ് തന്നിരിക്കുന്നത്. സോ ഇത് ഇക്കഴിഞ്ഞ എക്സാം അറ്റൻഡ് ചെയ്തവർക്കറിയാം, NVT കൊമേഴ്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. അതുപോലെ പോളിടെക്നിക് കൊമേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് തന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിക്കുമ്പോൾ നിങ്ങളിപ്പം ഒരു ഗൈഡ് പഠിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ കോച്ചിങ് എടുക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. കാരണം ഇപ്പോൾ ഏതൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അസാധുവാക്കിയെന്ന് അറിയാമോ നിലവിൽ ആർക്കെങ്കിലും? ഓക്കെ, പണ്ട് നമ്മൾ കോമൺ ആയിട്ട് കുറേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചുകൊണ്ടായിരുന്നു എക്സാമിന് പോകുന്നത്. നെറ്റ് എക്സാം ആണെങ്കിലും സെറ്റ് എക്സാം ആണെങ്കിലും അതൊക്കെ അത് തന്നെ വരുള്ളൂ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഓരോ ഇയറിലും നമുക്കറിയാം നമ്മളത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ എപ്പോഴും കളക്ട് ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ആണ് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് തരുന്ന ഒരു ഏജൻസി. അതുപോലെ തന്നെ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനിൽ നിന്ന് ലഭിക്കും. അപ്പം ഈ ഓർഗനൈസേഷൻസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ലഭിക്കും? ഇപ്പോൾ കറന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പഠിക്കുന്നു എന്നിരിക്കട്ടെ, നിങ്ങളിപ്പോൾ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ പഠിച്ചു വരുന്നു, പക്ഷെ നിങ്ങൾ എക്സാം ഒരു 6 മാസത്തിനുള്ളിൽ വരുമല്ലോ. അപ്പോൾ ആ ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിൽ പല അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും എടുത്ത് മാറ്റാം, അതിനകത്ത് അമെൻമെന്റ്സ് വരാം, പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ് എപ്പോഴും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ കേസ് എന്ന് പറയുന്നത്. പുതിയ മാറ്റങ്ങൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കൊക്കെ പഠിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കണം ഏതൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നിലവിലുണ്ട് എന്നുള്ളത്. ഇപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 എടുത്ത് കളഞ്ഞു, അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7, അങ്ങനെ ഒരുപാട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി വെക്കുക. സോ അപ്പോൾ ഇത്രയുമാണ് ഓൾമോസ്റ്റ് നമ്മുടെ സിലബസ് ആൻഡ് ക്വസ്റ്റ്യൻസ്, റെഫറൻസ് ടെക്സ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ. ഇനി വന്നിട്ട് ജസ്റ്റ് നമ്മുടെ അക്കാഡമിയുടെ കോച്ചിങ് രീതികളെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ ടോസ് അക്കാഡമി എന്ന് പറയുന്നത് ഒരു കേരളത്തിൽ ഒരുപാട്, അതായത് സെറ്റ്, അതുപോലെ തന്നെ കേട്ടറ്റ്, HSA, HSST തുടങ്ങിയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനും അതുപോലെ PSC എക്സാംസിനും നല്ല റിസൾട്ടുകൾ സംഭാവന നൽകിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ നിലവിൽ 57 HSST ടോപ്പേഴ്സ് നമുക്കുണ്ട്. അതുപോലെ തന്നെ HSA റാങ്ക് ഹോൾഡേഴ്സും നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. അപ്പോൾ മികച്ച രീതിയിൽ ഉള്ള ഒരു അധ്യാപകരും അതുപോലെ തന്നെ
നല്ല രീതിയിലുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ നമ്മുടെ കോച്ചിങ് രീതി എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ കോച്ചിങ്ങിനായിട്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഡെമോ സെഷൻസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു 3 ദിവസത്തെ ഡെമോ ക്ലാസ്സും അല്ലെങ്കിൽ 4 ദിവസത്തെ ഡെമോ ക്ലാസ് ഉണ്ടായിരിക്കും. ആ ഡെമോ ക്ലാസ്സിൽ നിങ്ങൾക്ക് ബേസിക് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും, അഡ്വാൻസ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഇതിനകത്ത് പല ആൾക്കാർക്കും ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ എന്താണ് വീട്ടിൽ എന്തെങ്കിലും സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകാം അല്ലേ. അപ്പം അങ്ങനെയുള്ളവരെയും കൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം ബേസിക് ക്ലാസ്സുകളും അഡ്വാൻസ് ക്ലാസ്സുകളും അത് ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക് ടു അഡ്വാൻസ് സെഷൻസ് ആണ് തരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് എടുക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് ആദ്യം നിങ്ങൾക്ക് തരും, അതുപോലെ തന്നെ അഡ്വാൻസും നിങ്ങൾക്ക് തരും. ഇനി ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം അതിനെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സിലബസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടല്ല, നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലെ എക്സാംസും വരാൻ പോകുന്ന എക്സാംസും എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ സെറ്റ് എക്സാമിനാണെങ്കിൽ പോലും ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ദെൻ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണ് നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വീക്ക്ലി ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ടോസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള സെറ്റ് ക്ലിയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് അറിയാൻ സാധിക്കും എല്ലാ വീക്ക്ലി ടെസ്റ്റുകളും കറക്റ്റായിട്ട് മൺഡേ തന്നെ നമ്മൾ നടത്താറുണ്ട്. അതായത് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സുകൾ നടത്തി അടുത്ത വരുന്ന മൺഡേ നമ്മൾ വീക്ക്ലി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ വീക്ക്ലി ടെസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം വിജയിച്ചു പോയ ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ട്. അപ്പം ഇവിടുന്ന് പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അറിയാം, ഏറ്റവും അല്ലെങ്കിൽ പൊതുവെ ചോദിച്ചാൽ അറിയാം, ഏറ്റവും റിവ്യൂ ഉള്ള സ്ഥാപനമാണ്. അതുപോലെ ഒരു കുട്ടികളും ഇതുവരെ ഒരു മോശം അഭിപ്രായം സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിനൊരു അവസരം ഇതുവരെ സ്ഥാപനത്തിൽ ആരും തന്നെ കൊടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ വളരെ നല്ല രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളും ചിട്ടയായ പഠന രീതികളും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വീക്ക്ലി ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമ്മുടെ ഒരാഴ്ചയിലെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ റിവിഷൻ നടത്താറുണ്ട്. റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മൊഡ്യൂൾ കഴിയും തോറും നിങ്ങൾക്ക് റിവിഷൻ നടത്തരും. അതുപോലെ ഓരോ മൊഡ്യൂളിൽ നിന്നും മുൻ വർഷങ്ങളിൽ ഏകദേശം ഒരു 10 വർഷമെങ്കിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യും. ഇനി വരാൻ പോകുന്ന മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ റിവിഷൻ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ മൊഡ്യൂൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിംഗ് സെഷൻസ് നമ്മൾ പ്രത്യേകം കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിലുപരി 45 ദിവസം കൂടുമ്പോൾ നമ്മൾ ഓരോ സ്റ്റുഡൻസിനെ സ്റ്റഡിയെ എവാലുവേറ്റ് ചെയ്യും, അതുപോലെ അനലൈസ് ചെയ്യുകയും എന്നിട്ട് വീണ്ടും ഒരു റിവിഷൻ കണ്ടക്ട് ചെയ്യുകയും അതുപോലെ ലൈവ് സെഷൻസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ മെൻറ്റർ അവൈലബിൾ ത്രൂ, അതായത് നമ്മളെപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് ടീച്ചേഴ്സ് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ടീച്ചേഴ്സിനെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ കോച്ചിങ് എടുക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോച്ചിങ് കഴിഞ്ഞു നിങ്ങളെ പറഞ്ഞു വിടുകയല്ല, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഗൈഡൻസും ടോസ് അക്കാഡമിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്തൊരു മിസ്സ് പറഞ്ഞു തരും. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സെഷൻസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലുപരി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഗൈഡൻസും ടോസ് അക്കാഡമിയിൽ നിന്നും ലഭിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഫുൾ എമൗണ്ട് അടച്ചല്ല ജോയിൻ ചെയ്യേണ്ടത്, ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ദിവസവും ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. എല്ലാ ഡേയ്സും ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ബേസിക്കായിട്ട് നമ്മുടെ കോച്ചിങ്ങിനെ കുറിച്ചും അതുപോലെ സിലബസിനെ കുറിച്ചും ഓവർവ്യൂ പറയുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും നോട്ടിഫിക്കേഷൻ വരട്ടെ അല്ലെങ്കിൽ സിലബസ് വരട്ടെ എന്ന് നോക്കി നിൽക്കണ്ട. നിങ്ങൾ ജസ്റ്റ് എന്താണോ നിങ്ങളുടെ പ്ലാൻ, നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ, ഒന്നുകിൽ ഒരു കോച്ചിങ് ജോയിൻ ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും സാറ് പറഞ്ഞ ഒരു കാര്യം ഓർക്കുക, ഒരു ഗൈഡൻസ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു എക്സാംസ് ഒക്കെ ഒരു 6 മാസം 5 മാസം കൊണ്ടൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പഠിച്ചവർക്കാണെങ്കിൽ പോലും ഒരു ഗൈഡൻസ്, പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇനിയൊരു എക്സാം എപ്പോഴാണ് വരുന്നതെന്ന് നോക്കി നിൽക്കാതെ ഈ ഒരു എക്സാം തന്നെ നിങ്ങൾ മാക്സിമം ക്ലിയർ ചെയ്യണം. അതിന് നിങ്ങൾക്ക് എന്താണോ ഉള്ളതെന്ന് നിങ്ങളുടെ ഡിസിഷനാണ്. കോച്ചിങ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റഡി ചെയ്യാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഗൈഡൻസിൻ്റെ നോക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടമാണ്, ഫ്യൂച്ചർ നിങ്ങളുടേതാണ്, ഡിസിഷൻ നിങ്ങളുടേതാണ്. ജസ്റ്റ് അഡ്വൈസ് മാത്രമേ നമ്മൾ തരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം അടുത്ത സെഷൻ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊമേഴ്സിൻ്റെ ബാക്കിയുള്ള റിമൈനിങ് പോർഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ആര്യ മിസ്സാണ്. അപ്പം ആര്യ മിസ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു.
മാനേജ്മെന്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരുപാട് തിയറീസ് പഠിക്കുന്നുണ്ട്. തിയറീസ് ഒക്കെ നമുക്ക് ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഡെറിവേറ്റീവ്സിനെ പറ്റിയിട്ടും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് നമുക്ക് അറിയാം, അസസ്മെന്റ് ഇയർ അനുസരിച്ച് നമുക്ക് റേറ്റുകളൊക്കെ ചേഞ്ച് ചെയ്യും. അപ്പൊ നമ്മൾ പുതിയ റേറ്റുകളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒന്ന് പുതുതായിട്ട് വന്ന അഡീഷണൽ ആയിട്ടുള്ള GST ആണ്. അപ്പോൾ GST പലരും പഠിച്ചിട്ടുണ്ടാവില്ല, മുന്നേ പാസ് ഔട്ട് ആയവരൊന്നും. ഈ ഇടയ്ക്കാണ് നമ്മൾ അതൊക്കെ ടാക്സിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം നമ്മൾ 2017 മുതൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയം മുതലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ അതും അവിടെ ഫോക്കസ് ചെയ്യണം. പിന്നെ വരുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ് ആണ്. ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസ് അത് നമ്മൾ പഠിച്ചിട്ട് MCOM ലെവലിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ ഒരുപാട് എക്കണോമിക് യൂണിയനെ പറ്റിയിട്ടും ഇയറുകളെ പറ്റിയിട്ടും ഒക്കെ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇന്റർനാഷണൽ ബിസിനസ്സിൽ. പിന്നെ വരുന്നത് മാനേജ്മെന്റ് ആണ്, മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. മാനേജ്മെന്റ് നമ്മൾ +1 മുതലേ പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് മാനേജ്മെന്റ്. പക്ഷെ ആ ലെവലിൽ പോരാ, പല പുതിയ ടേംസും നമ്മൾ ഈ മാനേജ്മെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും, ഈവൻ നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും HSSTയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മാനേജ്മെന്റിന് ഒരു പ്രത്യേകം ടെക്സ്റ്റ് റെഫർ ചെയ്യണമെന്ന് പറയില്ല. കാരണം നമ്മുടെ ഇന്ത്യൻ ഓതേഴ്സിനെക്കാട്ടിയും ഇന്റർനാഷണൽ ഓതേഴ്സിന്റെ ബുക്കിലാണ് പുതിയ പുതിയ ടേംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറയുന്ന മൊഡ്യൂൾസിലൊക്കെ നിങ്ങളൊരു പർട്ടിക്കുലർ ബുക്ക് തന്നെ റെഫർ ചെയ്യണമെന്ന് പറയില്ല. നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം, അതൊക്കെ ആഡ് ചെയ്യാം നിങ്ങളുടെ നോട്ട്സിലോട്ട്. എന്തായാലും മാനേജ്മെന്റിൽ നമ്മളിപ്പോൾ ഇന്ത്യൻ ഓതേഴ്സിനെക്കാട്ടിയും ഇന്റർനാഷണൽ ആണ് കൂടുതൽ നല്ലത്, വായിക്കാനൊക്കെ നല്ലത് അത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ 5 മൊഡ്യൂൾസ് ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു ക്വസ്റ്റ്യൻ, നമുക്കിപ്പോ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ HSSTയിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. HSST 2018 ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദീസ് ആണ്. അപ്പൊ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഈ 3 ഓപ്ഷനും നമുക്ക് അറിയാമെങ്കിലേ നമുക്ക് ആ 4ാമത്തെ ഓപ്ഷൻ വരത്തുള്ളൂ എന്ന് അറിയാവും അല്ലെ. അപ്പൊ ഈ 3 ഓപ്ഷനും ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഒരു വ്യക്തിക്ക് ആ 3ലും ഈ ഒരു സ്റ്റഡീസ് ഇൻക്ലൂഡ് ആവത്തില്ല എന്ന് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഈ 3 ഓപ്ഷനും അറിഞ്ഞിരിക്കണം അല്ലെ. അതുപോലെ തന്നെ ഇത് നമ്മുടെ നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിങ്ങൾ പലരും ഈ ടേംസ് ഒക്കെ സിമിലർ ആണോ എന്ന് എനിക്ക് അറിയില്ല, കാരണം ഇതൊക്കെ പുതിയ വേർഡ്സ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് പിക്കി ബാങ്കിങ് ആണ്. അപ്പൊ ഈ ഒരു വേർഡ് എന്ന് പറയുന്ന പലരും കേട്ടിട്ട് പോലും ഉണ്ടാവത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള പുതിയ ടേംസ് ഒക്കെ നമ്മുടെ സിലബസിനകത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ അത്രത്തോളം അപ്ഡേറ്റഡ് ആവണം. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സോഴ്സസിൽ നിന്നൊക്കെ നിങ്ങൾ ബുക്ക് റെഫർ ചെയ്ത് വായിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ഫോമിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് NVTയുടെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ഫോമിലാണ് വരുന്നത്. അതല്ലെങ്കിൽ സിറ്റുവേഷൻ ഫോമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ പണ്ടത്തെ ബുക്കുകളൊന്നും വെച്ച് വായിച്ചിട്ടൊന്നും നമുക്ക് ഇനിയുള്ള എക്സാംസ് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നുണ്ടെങ്കിൽ 4 ഓപ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ആ 4 ഓപ്ഷനും എവിടെ നിന്ന് വരുന്നു അതിന്റെ ആൻസർ ഒക്കെ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ന്യൂ ടേംസ് എപ്പോഴും എവിടെ നിന്ന് നിങ്ങൾ വായിക്കുമ്പോൾ ന്യൂ ടേംസ് കിട്ടിയാലും അത് ഓർത്ത് വെച്ച് അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ പറഞ്ഞു നമ്മുടെ പുതിയ സിലബസിലെ എക്കണോമെട്രിക്സും GST ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും മുന്നേ പാസ് ഔട്ട് ആയവർ. അപ്പൊ അതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് പഠിക്കണം. അപ്പൊ നിങ്ങളുടെ വാല്യുബിൾ ടൈമാണ് നിങ്ങൾ ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ അത്രത്തോളം ആത്മാർത്ഥതയോടു കൂടി തന്നെ പഠിക്കുക. അപ്പൊ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എവിടെ ചേർന്ന് പഠിക്കണം എന്നുള്ളത്. നിങ്ങളുടെ ടൈമും നിങ്ങളുടെ മണിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അത്രത്തോളം ആലോചിച്ചിട്ട് ചെയ്യാം. അപ്പൊ എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 6 months ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസം പഠിച്ചിട്ട് പിന്നീട് അത് പഠിക്കാൻ ആ ഒരു ടച്ച് വിട്ടുപോകുന്ന പലരും ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ലൈവായിട്ട് നിൽക്കുക, അതാണ് വേറൊരു കാര്യം. നിങ്ങൾ ആദ്യം മുതലേ അവസാനം വരെ നമ്മുടെ ഈ പറയുന്ന പോലെ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയോ ക്യൂസിലൊക്കെ പങ്കെടുത്തോ എന്നിട്ട് അവസാനം വരെ 6 മാസം എന്ന് പറയുന്നത് നിങ്ങൾ ഗ്യാപ്പ് ഇടാതെ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിന്നർ പറഞ്ഞ പോലെ ആദ്യം തുടങ്ങുക, 1 മണിക്കൂർ തുടങ്ങുക, പിന്നെ അത് 2 മണിക്കൂറാകാം, 3 മണിക്കൂറാകാം, ഇങ്ങനെ നമുക്ക് ആ സമയം നീട്ടിക്കൊണ്ടു പോവാം. അപ്പൊ ലൈവായിട്ട് തന്നെ ഇരിക്കുക എപ്പോഴും.
അതല്ലാതെ ഇപ്പൊ ഒരാഴ്ച നമ്മൾ ടൂർ പോവുകയാണ്, അങ്ങനെ ഒരു ഗ്യാപ്പ് നമ്മുടെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതും തുടങ്ങാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരിക്കലും അത് നമ്മുടെ പഠനത്തിൽ ബാധിക്കാത്ത രീതിയിൽ ഒരു വഴി കൂടെ നമ്മൾ സമയം കണ്ടെത്തുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്കൊരു നല്ലൊരു സ്യൂട്ടബിൾ പൊസിഷനാണ് HSST-യിൽ നമ്മൾ ഹയർ സെക്കൻഡറി ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ എത്തുക, നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൈം ഇത്രയും സമയമായി, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അപ്പം നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്, അപ്പം ആലോചിച്ച് ചെയ്യുക. അപ്പം എനിവേ, അപ്പം നമ്മുടെ സിലബസും കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ ഇതുപോലെയൊക്കെയാണ് വരുന്നത്. അപ്പം ശ്രദ്ധിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുക. താങ്ക് യു. മിസ് താങ്ക് യു. ഓക്കെ, അപ്പം നമുക്ക് അടുത്തതായിട്ട് ഇനി ജനറൽ പേപ്പറിന്റെ സെഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ജനറൽ പേപ്പറിന്റെ സെഷൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജനറൽ പേപ്പേഴ്സ് ഫാക്കൽറ്റീസ് ആയിട്ടുള്ള അഞ്ജലി മിസ്സും അതുപോലെ തന്നെ അലക്സ് സാറും വന്നിട്ടുണ്ട്. അപ്പം അഞ്ജലി മിസ് ഓഡിബിൾ ആണോ? കേൾക്കാം. ഓക്കെ, അപ്പം ജനറൽ പേപ്പറിന്റെ സെഷൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ജലി മിസ്സിനെ ഇൻവൈറ്റ് ചെയ്യും. താങ്ക് യു മിസ്സേ. ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? അതെ മാം. ഓക്കെ. സ്ക്രീൻ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുണ്ടോ? സ്ക്രീൻ വിസിബിൾ ആണോ? അതെ, വിസിബിൾ ആണ്. ഓക്കെ. അപ്പോ നമ്മളിവിടെ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ജനറൽ പേപ്പറിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ വിന്നേഴ്സിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ജനറൽ പേപ്പറിന്റെ പാർട്ട് എയില് സെക്കൻഡ് പാർട്ടിനകത്ത് വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുമാണ്. അതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും കമ്പാരിറ്റീവ്ലി നമ്മുടെ സിലബസ് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് വരുന്നത് ടീച്ചിങ് എന്നാൽ എന്താണ് എന്നും അതിന്റെ നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സും ഒബ്ജക്റ്റീവ്സും ഫാക്ടേഴ്സും മെത്തേഡ്സും ഒക്കെ വരുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ റിസർച്ചിന്റെ സിലബസ് നോക്കുമ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. റിസർച്ചിനകത്താണെങ്കിലും ജസ്റ്റ് റിസർച്ചിന്റെ മീനിങ് എന്താണെന്നും ടൈപ്സ് ഓഫ് റിസർച്ചും മെത്തേഡ്സ് ഓഫ് റിസർച്ചും ഒക്കെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളൂ. എന്നാൽ നമുക്ക് സിലബസ് ആയിട്ട് വന്നിട്ടുള്ളൂ. പക്ഷെ എന്നാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, which is a statistical technique used to control extraneous variable in experimental research. ഓക്കെ, നിങ്ങളുടെ തന്നെ നിങ്ങളുടെ സിലബസിന്റെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ. നിങ്ങൾക്ക് റിസർച്ച് നിങ്ങളുടെ ഒരു സിലബസിന്റെ ഭാഗമല്ലേ, നിങ്ങളുടെ നോർമൽ സിലബസിന്റെ ഭാഗമല്ലേ HSST കൊമേഴ്സിൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മൊഡ്യൂളൊക്കെ നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ഈ 2 സെക്ഷൻസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും നിങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ക്വസ്റ്റ്യൻസ് ഇത്തിരി ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കുക. ഇപ്പൊ ടീച്ചിങ്ങിനെ കുറിച്ച് ചോദിച്ചേക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതേപോലെ തന്നെ ഒരു ഇത്രയും കൂടി ഡെപ്ത് ആയിട്ടുള്ള സിലബസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സിലബസിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ ഈ ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 2 ഇടത്ത് നമ്മൾ നോക്കുമ്പോഴും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനും 5 മാർക്ക് വീതമേ ഉള്ളൂ. പക്ഷെ നിസ്സാരമാണെന്ന് വിചാരിക്കാൻ പറ്റില്ല. നമ്മുടെ തന്നെ ഒരു വിന്നർ സംസാരിക്കുകയുണ്ടായി, നിങ്ങള് എന്താ പറയാ, നിങ്ങളുടെ ആ ഒരു 70 മാർക്സിലേക്ക് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് നമ്മുടെ ഒരു റാങ്ക് ഡിഫൈനിങ് ഫാക്ടറാണ് നമ്മുടെ ഈ ഒരു 30 മാർക്സ് എന്ന് പറയുന്ന റിസർച്ചും ടീച്ചിങ്ങും കോൺസ്റ്റിറ്റ്യൂഷനും GKയും റിനൈസൻസും എല്ലാം ഉൾപ്പെടുന്ന സെക്ഷൻ എന്ന് പറയണ്ടേ. അത് സത്യമാണ്. നമ്മുടെ ഒരു റാങ്ക് ഡിഫൈനിങ് ഫാക്ടറാണ് ഈ പറയുന്ന ജനറൽ പേപ്പറിന്റെ 30 മാർക്ക്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടും ഒരു സമയം നിങ്ങൾ മാറ്റി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഈ ഒരു സിലബസിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാതെ ഇത്ര കൂടി ഡെപ്ത് ആയിട്ട് നിങ്ങൾ
േണ്ടതും അത്യാവശ്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് സംസാരിക്കാനുണ്ട്. അതായത് നമ്മൾ ടൂൾസ് അക്കാഡമിയിൽ നിങ്ങൾ കോച്ചിങ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് എല്ലാം വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇന്റർവ്യൂവിനുള്ളൊരു പ്രിപ്പറേഷൻ കൂടി നമ്മൾ നൽകുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു എല്ലാവർക്കും കിട്ടുന്ന ഒരു മാർക്കാണ് 13 എന്ന് പറയുന്നത്. 13 to 14 മാർക്സ് നമുക്ക് 20 ഇന്റർവ്യൂവിന് നമുക്ക് ലഭിക്കും. അത് നോർമൽ ആണ്. പക്ഷെ അവിടെ നമുക്ക് 13 എന്ന് പറയുന്നത് 14 ആയി കിട്ടിയ 14 ആയി കിട്ടിയാൽ അത് ബെനിഫിറ്റും 12 ആയി കിട്ടിയാൽ അത് നമുക്ക് ബെനിഫിറ്റ് അല്ലാണ്ടായി മാറിയും. കാരണം ആ ഒരു മാർക്കിന് ചിലപ്പോൾ നമ്മൾ ഒരുപാട് റാങ്കിൽ താഴേക്ക് പോയേക്കാം. അതുകൊണ്ട് നമ്മൾ ഇന്റർവ്യൂവിന് പ്രിപ്പറേഷൻസും നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ നൽകുന്ന ഒരു കാര്യമാണ്. അതും നമ്മളുടെ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഒരുപാട് നേരമായി നിങ്ങൾ ഇങ്ങനെ നമ്മുടെ വെബിനാർ കേട്ടുകൊണ്ടിരിക്കുന്നു. സോ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസ് നമുക്ക് വർക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ഉറക്കെ പറയാമോ? ആൾക്കാർക്കും കൂടെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ലേ? തീർച്ചയായും. അതായത് നമ്മുടെ ക്ലാസിന്റെ ഒരു നിങ്ങൾക്കറിയാം, അതായത് ഓൺലൈൻ ക്ലാസ്സസ് എല്ലാം തന്നെ ഒരു സെൽഫ് പേസിങ് മോഡിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമ്മളുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ കാണാൻ സാധിക്കുന്ന രീതിക്കായിരിക്കും നമ്മൾ ക്ലാസ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മളാണെങ്കിലും കൃത്യമായ ഷെഡ്യൂളാണ്. നമുക്ക് ഈ ഒരു എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ 6 months കൊണ്ട് എങ്ങനെ എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഡെപ്ത് ആയിട്ടും വളരെ ബേസ് ആയിട്ടുള്ള ലെവലിൽ എങ്ങനെ പഠിക്കാൻ സാധിക്കും. നമ്മളതിനെ നമ്മൾ ഹോൾ സിലബസിനെ നേരത്തെ ഡിവൈഡ് ചെയ്ത് നേരത്തെ ടൈമൊക്കെ സെറ്റ് ചെയ്ത് 6 മാസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും ആ രീതിക്ക് നമ്മൾ ക്ലാസ് ഇടുന്നത്. പിന്നെ അതിനുപരിയായിട്ട് നമ്മുടെ ക്ലാസ്സസ് റെക്കോർഡഡ് ആണ്. വൺസ് നമ്മുടെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാണോ ഈ കോച്ചിങ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത് അന്ന് വരെ നമുക്കതിനൊരു എൻഡ് ഡേറ്റ് ഇല്ല. നിങ്ങളുടെ എക്സാം എന്നാണോ അന്ന് വരെ നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഒരു ക്ലാസ് ഇരുന്ന് കാണാൻ സാധിക്കും. എത്ര പ്രാവശ്യം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണുന്നതിലും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അതുകൊണ്ട് വർക്കിംഗ് ആയിട്ടുള്ളവരെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവും കാരണം നമുക്കിവിടെ നമ്മുടെ കോച്ചിങ്ങിൽ സെറ്റ് ആണെങ്കിലും കേറ്ററ്റ് ആണെങ്കിലും നെറ്റ് ആണെങ്കിലും ഏത് കോച്ചിങ് എടുത്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് എല്ലാം തന്നെ വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അതേപോലെ ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാര് വരെ നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ഓക്കെ, എന്നാ നിങ്ങൾക്ക് മറ്റു ഡൗട്ട്സ് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ, കാരണം നേരം വൈകുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു അഞ്ജലി മിസ്സേ. ആർക്കും ഡൗട്ട്സ് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പം ജനറൽ പേപ്പറിന്റെ അടുത്ത സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അലക്സ് സാർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അലക്സ് സാർ ഓഡിയബിൾ ആണ്. അപ്പൊ സാറ് ബാക്കി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. ഓക്കെ. ഇവിടെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ? ഇല്ല സാറേ, സ്ക്രീൻ ഷെയർ വിസിബിൾ ആയി. ഓക്കെ, വിസിബിൾ ആയി. ജനറൽ പേപ്പറിന്റെ സിലബസിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നമ്മുടെ സിലബസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പ്രിയാമ്പിള്, ആമുഖം, അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ സിലബസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ SSTയുടെ ഫിസിക്സ്, ഇംഗ്ലീഷ്, അതുപോലെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന SSTയുടെ എക്സാമുകൾക്കൊക്കെ ഏകദേശം ഒരു 7-8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് വന്നിട്ടുണ്ട്. ചില എക്സാമുകൾക്ക് അത് ചെറിയൊരു വേരിയേഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറി വരും. ചിലതിൽ 5-6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലതിൽ 8-10 വരെ ചില എക്സാമിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് ജനറൽ പേപ്പറിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പോർഷനെ കുറിച്ച് നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തരുന്ന ക്ലാസ്സുകളിലും പറയുന്ന കാര്യങ്ങൾ, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട അഡീഷണൽ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു പോയാൽ മതി. കൂടുതലായിട്ട് ഒത്തിരി ഓവറായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ക്ലാസ് തന്നെ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പോർഷനിലുള്ള മാർക്കുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമുക്ക്
പറയാനായിട്ടുള്ള ഒരു സിലബസ് കഴിഞ്ഞ SST എക്സാമുകൾക്ക് വന്നിട്ടുള്ള സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളായിരിക്കും മെയിൻ ആയിട്ടും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പൊ അത് ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാവും. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു മാർക്കുകൾ നിങ്ങൾ നന്നായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കും. അതുപോലെ പിന്നീട് രണ്ടാമത് നമുക്ക് വരുന്ന ആ പോർഷൻ എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ സ്കീംസ്, അതായത് നമ്മുടെ സർക്കാരിന്റെ പ്രോഗ്രാംസ് ഉണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ച് നമുക്കറിയാം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടുമായിട്ടുള്ള ഒരു ചോദ്യം, മിനിമം ഒരു ചോദ്യം ഉറപ്പായിട്ടും എക്സാമിന് ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ SST എക്സാമുകൾക്ക് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ ജസ്റ്റ് പുറത്തുനിന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളല്ല, കുറച്ച് അകത്തേക്ക് കയറി ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതുപോലെ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, അങ്ങനെ പല ആക്ടുകൾ വരുന്നുണ്ട്. ഈ ആക്ടുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ പഠിച്ചു പോയാൽ നമുക്ക് ഈ ഏരിയയിലുള്ള മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ കഴിഞ്ഞ എക്സാമുകളിൽ നമ്മുടെ SST എക്കണോമിക്സിന്റെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് അതിന്റെ മോഡൽ മാത്രം നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 3-4 സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റാന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ, അതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ റെനേസൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എല്ലാ എക്സാമുകൾക്കും റെനേസൻസ് കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ ഇതും നമ്മുടെ റെനേസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിലബസ് വന്നിട്ടുണ്ട്. ഇപ്പൊ സിലബസിന് പുറത്തുനിന്നുള്ള ഒരു ചോദ്യങ്ങളും തന്നെ റെനേസൻസിനോ കോൺസ്റ്റിറ്റ്യൂഷനോ ഒന്നും തന്നെ പുറത്തുനിന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ സിലബസ് തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ഏരിയയിലുള്ള മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ റെനേസൻസിന്റെ നമുക്ക് ഫോളോ ചെയ്യാനായിട്ടുള്ള സിലബസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത് ഉള്ളത്. ഓക്കെ, അപ്പം ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നേരത്തെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം രണ്ടിന്റെ ഒരു മിക്സ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഡൗറി പ്രൊഹിബിഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അത് വന്ന വർഷം ഏതാണെന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത് 1961. ഓക്കെ, അപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം. അപ്പൊ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ പ്രിപ്പയർ ആയിട്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, ഇത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്ലൈഡ് മൂവ് ആവുന്നില്ല. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പറഞ്ഞ സ്ലൈഡ് ഒന്ന് ഇപ്പൊ ജസ്റ്റ് ഒന്ന്. ഇല്ല. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ കാണാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ റൈറ്റ് ഇൻഫർമേഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിന്റെ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ വരാം. പിന്നെ അതുപോലെ റെനേസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് ഓരോ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ നവോത്ഥാനമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൃതികൾ തരിക, അത് മാച്ച് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് റെനേസൻസിൽ നിന്ന് ചോദിക്കാറുള്ളത്. അതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പും ചോദിക്കാറുണ്ട്. അപ്പൊ ഇതാണെങ്കിൽ നമ്മുടെ ചാവറാച്ചനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ സെന്റ് ജോസഫ് പ്രസ് മാനാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള 3-4 സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ശരിയായത് തെറ്റിയത്, അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമ്മള് കേട്ടോ അതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് റെനേസൻസിൽ. പിന്നെ കറണ്ട് അഫയേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരമാവധി പത്രങ്ങൾ വായിക്കാനായിട്ട് നോക്കുക. ആ പത്രങ്ങൾ വായിക്കുക. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോർ എക്സാമ്പിൾ സ്പോർട്സ് ഇവന്റ്സ് ഒക്കെ നടക്കുന്നുണ്ടാവും. അപ്പം ഈ ഇടയ്ക്ക് നടന്ന അല്ലെങ്കിൽ ഈ നടക്കാൻ പോകുന്ന അടുത്ത വരുന്ന വർഷങ്ങളിൽ നടക്കാൻ പോകുന്ന സ്പോർട്സ് ഇവന്റ്സ് അതിന്റെ വേദികളൊക്കെ പഠിച്ചു വെക്കാം. അതുപോലെ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ മരണപ്പെട്ടു പോയ ആൾക്കാർ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ കാര്യങ്ങൾ, മറ്റ് അവാർഡുകൾ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും ചോദിക്കുന്നത്. ഒത്തിരി ഡീപ്പായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അല്ല, ജനറലായിട്ട് നമുക്ക് ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ ഇത് കറണ്ട് അഫയേഴ്സിൽ 2022 നടന്ന എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റനാണ്, SST ചോദിച്ചൊരു ക്വസ്റ്റനാണ്. അപ്പൊ ഇത് ആ സമയത്ത് മരിച്ചുപോയ ഒരു വ്യക്തിയെ കുറിച്ചുള്ള 4 സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ട് ആളെ ഡിറ്റക്ട് ചെയ്യുക, ആ ഒരു രീതിയിലുള്ള ചോദ്യമാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷനിൽ നിന്ന് വരാറുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ജനറൽ ടോപ്പിക് എന്ന് പറയുന്നത് ഏകദേശം 20 മാർക്കോളം വരും. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏകദേശം ഒരു 6 to 8 മാർക്കുകൾ വരാം. പിന്നെ സോഷ്യൽ വെൽഫെയർ ഒരു 4-5 മാർക്കിന്റെ 4 മാർക്കിലേക്ക് വരാം. പിന്നെ റെനൈസൻസ് ഒരു 4, പിന്നെ ബാക്കി ഒരു കറണ്ട് അഫയേഴ്സ് 4. അങ്ങനെ ഒരു 20 മാർക്കായിരിക്കും വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, റാങ്ക് ഡിസൈഡിങ് ആവാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പം ജനറൽ ടോപ്പിക്കിൽ നമുക്ക് പത്രം വായിക്കുന്ന കാര്യം നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി ടോപ്പിക്കുകളൊക്കെ അത്യാവശ്യം നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ കവറായി പോകുന്നതായിരിക്കും. പിന്നെ GK-യുടെ മന്ത്ലി കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ജനറൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സമയം 10:30 ആവാറായി, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പോയത്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ട്സ് ഉണ്ടോ സ്റ്റുഡൻസ്? ഓക്കെ, അപ്പോ ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഉണ്ടോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മീറ്റ് വൈൻഡപ്പ് ചെയ്യാം. സോ അപ്പം ആദ്യം മുതൽ അവസാനം വരെ ഈ മീറ്റിൽ നിന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർക്ക് എത്രത്തോളം അവര് ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളത് മനസ്സിലാകും. സോ നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ ഈ ഒരു എക്സാം കഴിഞ്ഞും, ഈ എക്സാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് വരുന്ന ഇന്റർവ്യൂവിലും അറ്റ് ലാസ്റ്റ് നിങ്ങൾ ജോലിയിൽ കയറുന്നത് വരെ നിങ്ങൾക്ക് ഈ ഒരു ഡെഡിക്കേഷൻ, ജോലിയിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഡെഡിക്കേഷൻ വേണമെങ്കിൽ പോലും ഒരു ജോലി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു ഡെഡിക്കേഷൻ ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വരുന്നതിലോ അല്ലെങ്കിൽ സിലബസ് വരുന്നതിലോ അല്ല കാര്യം, നമ്മൾ എന്ത് നമ്മുടെ ലൈഫിൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പം നാളെ എന്നൊരു ദിവസമില്ല, ഇന്ന് തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക. ടെക്സ്റ്റുകൾ റെഫർ ചെയ്യുക, റെഫറൻസ് ടെക്സ്റ്റുകളൊക്കെ തന്നെ ലൈബ്രറീസിൽ പോയി വായിക്കുക. എത്രത്തോളം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ നമ്മുടെ അക്കാഡമിയുടെ ഡെമോ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. ഡെമോ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷമാണ് കോച്ചിങ്ങിലേക്ക് നിങ്ങൾ സ്വന്തം ഡിസിഷനാണ് കോച്ചിങ് ജോയിൻ ചെയ്യണോ വേണ്ടായോ എന്നുള്ളത്. അപ്പം അഞ്ജലി മിസ് ഓൾറെഡി പറഞ്ഞു, റെക്കോർഡഡ് സെഷൻസ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു കോച്ചിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ആ റെക്കോർഡ് സെഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അത് ടോസ് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും കയ്യിൽ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ കോച്ചിങ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. കാരണം ഇത്രയും നേരമൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഒരു എഫർട്ട് തന്നെയാണ്. താങ്ക് യു ഓൾ.